ഇന്നലെ പറഞ്ഞു ചെയ്തായിരുന്നോ ക്ലോസിംഗ്? അല്ല, കുറച്ചുണ്ട്, എന്നിട്ട് തുടങ്ങുള്ളൂ. ചുമ്മാ എടുത്താ അടുത്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് HTML-നകത്ത് ജാവാസ്ക്രിപ്റ്റ് കണക്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇന്നലെ പറഞ്ഞ ടാസ്ക് എല്ലാവരും ചെയ്തോ? ഓക്കെ, നീ ഇല്ലായിരുന്നല്ലോ, കണ്ടായിരുന്നോ ക്ലാസ് ഉണ്ടായിരുന്നു? ടാസ്ക് ചെയ്യാൻ പറ്റാത്തതാണോ എന്ന് ചെയ്തില്ലേ? അടുത്ത ദിവസം ചെയ്യട്ടോ. എന്തോ അതായത് മറ്റേ ഓപ്പൺ, ഇന്നലത്തെ ക്ലാസ് ഉണ്ടായിരുന്നോ? ഇന്നലെ നമ്മൾ ഓപ്പൺ ചെയ്തില്ലേ? ഇന്നലെ നമ്മൾ ഒരു സൈഡ് ബാർ ഓപ്പൺ ചെയ്തില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഈ സൈഡ് ബാർ അല്ലേ, ഇത് ഓപ്പൺ ആവണം, എന്റെ വീട്ടിൽ ക്ലോസ് ബട്ടൺ വരണം, അതേ ക്ലിക്ക് ചെയ്ത് തിരിച്ച് ക്ലോസ് ആവണം. അത് ചെയ്യാൻ പറഞ്ഞേ. ഓക്കെ ആ ഓക്കെ, ക്ലോസ്. അത് നേരത്തെ സമയം ചെയ്താൽ മതി. ഇന്ന് നമ്മൾ പുതിയ കാര്യം അടിക്കാൻ പറഞ്ഞേ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കോ. പറയട്ടെ, നമ്മൾ ഇതുവരെ കോഡ് ചെയ്ത് എങ്ങനെ? ഒരു ഫയൽ എടുത്തു, ആ ഫയലിനകത്ത് കോഡ് എഴുതി, ആ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇല്ല? എങ്ങനെയല്ല ചെയ്തേ? നമ്മൾ പൊതുവെ ഒരു പ്രൊജക്ട് എന്നൊക്കെ പറയുമ്പോൾ അത് മൾട്ടിപ്പിൾ ഫയൽസ് വരും, ഒന്നിൽ കൂടുതൽ ഫയൽ. നമുക്ക് വേണം ഒറ്റ ഫയൽ മതി, ഒറ്റ ഫയൽ എഴുതിയാൽ മതി. നമ്മൾ ഒന്നിൽ കൂടുതൽ ഫയൽ എഴുതാനുള്ള കാര്യം വെച്ചാൽ കോഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. അതായത് ഡാറ്റാബേസ് കണക്ഷൻ നമ്മൾ ഒരു ഫയൽ എഴുതി വെക്കും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും സാധനം വേറൊരു ഫയൽ. ഇപ്പൊ നമ്മൾ ഓരോരോ പാർട്ടിനെ ഓരോരോ ഫയലിലായിട്ട് എഴുതി വെക്കും. ഓക്കെ, അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യാം? ഡീബഗ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇപ്പോൾ ഡാറ്റാബേസ് കണക്ഷൻ ചെയ്യാറുണ്ടെങ്കിൽ ആ ഫയൽ തപ്പാം, അല്ലേ? എല്ലാം കൂടെ ഒരു ഫയൽ എഴുതിയുള്ള പ്രശ്നം എന്താ? ചിലപ്പോൾ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ഫയൽ 2000-3000 ലൈൻ വരും, അല്ലേ? അപ്പൊ നമുക്ക് ആ 2000 ലൈൻ തപ്പണം, എവിടെ ആയിരുന്നു ഡാറ്റാബേസിന്റെ കണക്ഷൻ എഴുതിയത്. ഇപ്പോൾ ഡാറ്റാബേസിന്റെ കണക്ഷൻ സെപ്പറേറ്റ് ഒരു ഫയലിലാണെങ്കിൽ എളുപ്പത്തിൽ പോയി തപ്പാൻ പറ്റും. മനസ്സിലായി? അപ്പൊ ആ ഒരു എന്താ, കോഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി, ഈസിനെസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സെപ്പറേറ്റ് ഫയലുകളിലായിരിക്കും നമ്മുടെ പല കാര്യങ്ങളും എഴുതാം. ഓക്കെ, ഇപ്പൊ 2 ഫയൽസിൽ എഴുതിയേക്കുന്ന സാധനം എങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റില്. ഓക്കെ, നമുക്കിത് 2 രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്ന് ഡിഫോൾട്ട് മെത്തേഡ് ഉണ്ട്, പിന്നെ ഒന്ന് പുതിയ മെത്തേഡ് ഉണ്ട്. അതായത് 2 ഫയൽസ് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യും ഒക്കെ ഉള്ളത് 2 മെത്തേഡാണുള്ളത്, ഒന്ന് പുതിയത്, ഒന്ന് പഴയത്. ഓക്കെ, നമ്മൾ ഫ്രണ്ട് എൻഡിൽ പുതിയതും ബാക്ക് എൻഡിൽ പഴയതും ആയിരിക്കും ഉപയോഗിക്കാം. ഓക്കെ, അതിന്റെ കാര്യം ഞാൻ പറയാം. അതായത് ഈ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്? നോഡ് വെച്ചിട്ടാണ് ചെയ്യാം. ഓക്കെ, അവിടെ നോഡാണ്. ഓക്കെ, അപ്പം നോഡിനകത്ത് ഈ പഴയ മെത്തേഡ് ആദ്യം സപ്പോർട്ട് ചെയ്യുള്ളായിരുന്നു, പഴയ മെത്തേഡ്. ഈ അടുത്തിടയ്ക്കാണ് നോഡിനകത്ത് പുതിയ മെത്തേഡ് സപ്പോർട്ട് വന്നത്. എന്നാൽ പോലും പുതിയ മെത്തേഡിന്റെ കംപ്ലീറ്റ് സപ്പോർട്ട് നോഡിലില്ല. ഓക്കെ ആണല്ലോ. ഫ്രണ്ട് എൻഡിലാണെങ്കിലോ പുതിയ മെത്തേഡാണുള്ളത്. ഓക്കെ ആണല്ലോ. കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ഇന്നലെ പറഞ്ഞായിരുന്നു കാര്യം. ഞാൻ വേറെ കുത്തിയോ? വൈഫൈ ആണോ? ഒന്നുകൂടെ നോക്കി നോക്കി, ബാക്കി ആരും കിട്ടുന്നുണ്ടോ? നീ വയറുണ്ടോ നോക്കി അവിടെ? പോട്ടില്ലേ? ഒന്നുകൂടെ നോക്കി നോക്ക്. നീ ഫോർവേഡ് കൊടുത്തായിരുന്നില്ലല്ലോ? വേറെ എന്തെങ്കിലും ചിലപ്പോ ഡ്രൈവറിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. വേറെ കണക്ട് ചെയ്ത് നോക്കിയേ. ഏതാ? അത് മറ്റേ ഇവരല്ല, ടീച്ച്മെന്റിന്റെ പ്രശ്നമാണ്. ഇതിപ്പോ അവര് എനിക്കൊന്നും ഇവിടുന്ന് അങ്ങനെ പ്രസ് ചെയ്യുന്നില്ലായിരിക്കും അവരെ. ഇവിടുത്തെ അല്ല, അത് വേറെ, അത് തേർഡ് പാർട്ടിയാണ്, നമ്മൾ പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വന്നാലും കോർഡിനേറ്ററിന് കറക്റ്റ് ആയിട്ട് മാർക്ക് ആവുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, പറയട്ടെ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് 2 ഫയൽസ് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡിൽ പുതിയ മെത്തേഡ്. കാര്യം ഫ്രണ്ട് എൻഡിൽ എന്താ വർക്ക് ചെയ്യുന്നത്? ഫ്രണ്ട് എൻഡിൽ വേറെ നോഡല്ല, അല്ലേ? ബാക്ക് എൻഡിൽ നോഡാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ജാവാസ്ക്രിപ്റ്റിനെ
എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡ് നോഡല്ല, അത് ബ്രൗസറിനനുസരിച്ച് മാറാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ സപ്പോർട്ടിന് വ്യത്യാസമൊക്കെ വരും. എല്ലാ കോഡും ഡിഫറെന്റ് അല്ല, ചില കോഡിലൊക്കെ വ്യത്യാസം വരും. ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് എൻഡിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പുതിയ മെത്തേഡും ബാക്ക് എൻഡ് സപ്പോർട്ട് ചെയ്യുന്ന പഴയ മെത്തേഡുമാണ്. ഓക്കെ ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ബാക്ക് എൻഡിലും പുതിയ മെത്തേഡ് ഉപയോഗിക്കാം, പക്ഷെ എന്നാലും നമ്മൾ പഴയ മെത്തേഡാണ് കുറച്ചുകൂടെ കൺവീനിയൻസ് അവിടെ. നമുക്ക് ആദ്യം പഴയ മെത്തേഡ് ഉണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ അതിനായിട്ട് ഞാൻ 2 ഫയൽ എഴുതാൻ പോവാം. ഓക്കെ, ഞാൻ എഴുതുന്നുണ്ട് 22 math.js ഒരു ഫയൽ എഴുതി. ഓക്കെ ആണല്ലോ. പിന്നെ 22 തന്നെ index.js വേറെ ഫയൽ എഴുതി. നമ്മൾ 2 JS ഫയൽ കണക്ട് ചെയ്യാൻ പോവാം. അല്ലല്ല, 2 JS ഫയലുകൾ എങ്ങനെ കണക്ട്? നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. നമ്മളെല്ലാം എന്താ ഒരു JS ഫയൽ എല്ലാം ചെയ്തിട്ടുള്ളത്. ഒരു ഫയലിലുള്ള ഫംഗ്ഷൻ മറ്റൊരു ഫയൽ അങ്ങ് ഉപയോഗിക്കും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പഴയ മെത്തേഡ്. രണ്ടും പഠിക്കും നമ്മളിപ്പോൾ തന്നെ. ഓക്കെ, അതിനായിട്ട് ഞാൻ ഇവിടെ math.js എന്ന് പറഞ്ഞിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് ഞാൻ സം കണ്ടുപിടിക്കാൻ ഒരു ഫംഗ്ഷൻ എഴുതാൻ പോവാം. കോൺസ്റ്റ് സം ഈക്വൽ ടു ഇവിടെ num1, num2 റിട്ടേൺ എന്താ num1 പ്ലസ് num2. ഇതൊക്കെ ആണല്ലോ. നമുക്ക് ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇങ്ങനെ എഴുതാലോ, സിൻടാക്സ്. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഞാൻ പഴയ പോലെ എഴുതാം. ഇങ്ങനെ കിടക്കട്ടെ. ഓക്കെ, ഇത് സം കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, എൻ്റെ ആവശ്യം വെച്ചാൽ എനിക്ക് ഈ ഫയലിൽ സം കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. ഈ ഫയലിൽ ആ ഫംഗ്ഷൻ എവിടെ ഉള്ളൂ? അപ്പുറത്തെ ഫയലേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഈ ഫയലുള്ള ഫംഗ്ഷൻ മറ്റൊരു ഫയലിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പം ഒരു ഫയലിലുള്ള ഒരു ഫംഗ്ഷനോ ഒരു വേരിയബിൾ എന്തോ ആയിക്കോട്ടെ, ഒരു അറേ ആവാം, ഒബ്ജക്റ്റ് ആവാം, വേരിയബിൾ ആവാം, നമ്പർ എന്തോ ആവാം. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, അത് മറ്റൊരു ഫയലിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇവിടുന്ന് പെർമിഷൻ കൊടുക്കണം. ഗ്ലോബൽ അല്ല, ഗ്ലോബൽ ചെയ്യാം. ഇപ്പൊ നമ്മൾ നീ ഗ്ലോബൽ വെച്ചാണ് പഠിച്ചത്, മറ്റേ മൊഡ്യൂൾ എക്സ്പോർട്സ് പഠിച്ചില്ലേ? അതുകൊണ്ട് അത് വേറെ സെറ്റപ്പ്. അത് നമ്മൾ നോഡിൽ ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളിവിടെ ഈ ഫയലിൽ പെർമിഷൻ കൊടുക്കാൻ പോവാം. ഓക്കെ, അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇവിടെ കണ്ട് മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സ് എന്ന് കൊടുക്കുക. മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സ് ഓക്കെ ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷന്റെ പേര് കൊടുക്കാം. ഓക്കെ, ഈ മൊഡ്യൂൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫയലിനെയാണ്. ഈ ഫയലിൽ നിന്ന് ഈ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സ്പോർട്ട് ചെയ്യുക എന്നാണ് അർത്ഥം. മൊഡ്യൂൾ ഡോട്ട്, ഈ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഗ്ലോബൽ ഒബ്ജക്റ്റ് ആണ്. നമ്മൾ നോഡിലേക്ക് വരുമ്പോഴേ അത് പഠിക്കുള്ളൂ. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട് ഈക്വൽ ടു സം എന്ന് കൊടുത്താൽ ഇവിടെ നിന്നുള്ള പെർമിഷൻ, അതായത് ഈ ഫയലിലുള്ള സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇനി ഏത് ഫയൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെയുള്ള ഒരു സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് വേറെ ഫയൽ ഉപയോഗിക്കണം. നമ്മൾ ഇവിടെ ആദ്യം എക്സ്പോർട്ട് ചെയ്യണം. അപ്പൊ എക്സ്പോർട്ട് ചെയ്യാനുള്ള സെറ്റപ്പാണ് നമ്മൾ എഴുതിച്ചേക്കുന്നത്. ഇനി അത് ഏത് ഫയൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇന്ന ഫയൽ എന്നില്ല, ഏത് ഫയൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫയലിൽ നിന്ന് ആ ഫംഗ്ഷനോ ആ നമ്പറോ അതിനെ എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ, പബ്ലിക് പോലെ. പബ്ലിക്കിനകത്ത് പിന്നെ പബ്ലിക് പോലെ എന്ന് പറയാൻ പറ്റില്ല. അത് ക്ലാസിന്റെ ഇതിനകത്ത് ക്ലാസ്സിൽ അല്ല, അത് ഇതിനകത്തുണ്ട്. പബ്ലിക് സംഭവം ഇതിനകത്തുണ്ട്. അത് വേറെ രീതിയിലാണ് വർക്ക് ചെയ്യുക. ആ സെയിം പബ്ലിക് അല്ല. ഇത് ജസ്റ്റ് ഒരു ഫയലിൽ മറ്റു ഫയലിൽ ഉപയോഗിക്കാനുള്ള സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. വേറെ സെക്യൂരിറ്റി എക്സ്റ്റേണൽ നമ്മൾ തിരിച്ചു വെക്കണം, അതേ ഉള്ളൂ. മറ്റേ പബ്ലിക് എന്ന് പറയുമ്പോൾ അത് വേറെ പെർമിഷൻ, സെക്യൂരിറ്റി പെർമിഷനും കാര്യങ്ങളൊക്കെ വരും. ഇതതില്ല. ഓക്കെ, ഇനി അടുത്ത ഇപ്പൊ ഞാൻ ഇത് വേറെ ഫംഗ്ഷൻ ആയിരുന്നു, കോൺസ്റ്റ് സബ് മൈനസ്. ഇത് ഞാൻ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടില്ല, ഞാൻ ഈ ഒരു ഫംഗ്ഷൻ മാത്രമേ എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു. ഇനി എനിക്ക് മറ്റൊരു ഫയൽ ഉപയോഗിക്കണം വെച്ചാൽ അപ്പം മറ്റൊരു ഫയൽ എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ എക്സ്പോർട്ട് സാധനം ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്ത് വെക്കുന്ന ഒരു വേരിയബിളിലേക്ക് ആയിരിക്കും. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു വേരിയബിളിന്റെ പേര് എഴുതാം, ഇഷ്ടമുള്ള പേര് എഴുതാം. നമ്മൾ ഏത് പേര് കൊടുത്താലും അതിലേക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത സാധനം ഇമ്പോർട്ട് ആവും. സമ്മ തന്നെ കൊടുക്കണം എന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തൽക്കാലം ആപ്പിളിന് കൊടുക്കണം ഒരു വേരിയബിൾ ഈക്വൽ ടു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അപ്പുറത്തുള്ള സാധനം എനിക്ക് ഇപ്പുറത്ത് കൊണ്ടുവരണം. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതാണ് റിക്വയർ ഫംഗ്ഷൻ. ഇത് ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് റിക്വയർ. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ റിക്വയർ നടത്തും.
ഇനി നമ്മൾ റിക്വയറിനകത്ത് നമ്മൾ ആ ഫയലിലേക്കുള്ള പാത്താണ് കൊടുക്കേണ്ടത്. ഏത് ഫയലിൽ നിന്നാണോ റിക്വയർ ചെയ്യേണ്ടത് ആ ഫയലിലേക്കുള്ള പാത്ത്, ഏത് ഫയലിൽ നിന്നാണോ റിക്വയർ ആ ഫയലിലേക്കുള്ള പാത്ത്. ഓക്കെ, അപ്പം ഞാൻ നിൽക്കുന്ന എവിടെയാ? index.js എന്ന് പറഞ്ഞിട്ട് ഈ ഫയലിലാണ്. ഈ ഫയലിൽ നിന്ന് ആ ഫയലിലേക്കുള്ള പാത്ത് വേണം കൊടുക്കാൻ. കേട്ടോ? അപ്പൊ നിങ്ങൾ നോക്കണം, മനസ്സിലാവും ഈ രണ്ട് ഫയലും കിടക്കുന്നത് സെയിം ഫോൾഡറിലാണ്. കേട്ടോ? സെയിം ഫോൾഡർ ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഡോട്ട് സ്ലാഷ് മീൻസ് സെയിം ഫോൾഡർ. അതായത് ഈ index.js എന്ന് പറയുന്ന ഫയൽ കിടക്കുന്ന അതേ ഫോൾഡറിലുള്ള എന്ത് 22 മാർക്ക്. ഇപ്പൊ വിളിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ പേര് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. കൊടുത്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യും. JS ആണെങ്കിൽ നമ്മൾ JS ഫയലാണ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുത്താലും സപ്പോർട്ട് ചെയ്യും, കൊടുത്തില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല എക്സ്റ്റൻഷൻ. ഓക്കെ ഉള്ള .js എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ ആക്ച്വലി സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു പാത്തിലുള്ള ഫയൽ ഏതാണോ ആ ഫയലിൽ നിന്ന് എന്താണോ എക്സ്പോർട്ട് ചെയ്യുന്നത് അത് എവിടേക്ക് വരും? ആപ്പിളിലേക്ക് വരും. അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് എടുക്കില്ല. ഇല്ല, JS അതാണ് നമ്മൾ എക്സ്റ്റൻഷൻ കൊടുക്കേണ്ടി വരും. എക്സ്റ്റൻഷൻ കൊടുക്കണം. JS മാത്രമേ അങ്ങനെ എടുക്കാറുള്ളൂ. JS ആണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. വേറെ ഏതെങ്കിലും എക്സ്റ്റൻഷൻ ആണെങ്കിൽ കൊടുക്കണം. മനസ്സിലായി? അതായത് വേറെ ഏതെങ്കിലും എക്സ്റ്റൻഷൻ math.ks ആണെന്ന് വെച്ചോ, അതിൽ ചോദിച്ചേ അപ്പൊ ഫുൾ കൊടുക്കണം. രണ്ടും ഉണ്ടെങ്കിൽ നീ മാറ്റെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതായിരിക്കും? JS ആയിരിക്കും എടുക്കുന്നത്. എടുക്കില്ല. കാര്യം നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഡിഫോൾട്ട് .js ആഡ് ചെയ്യും. ഇനി അടുത്ത നോക്കോ, ഇനി യൂസ് ചെയ്യണം. ഈ ആപ്പിളിലേക്ക് എന്തായിരിക്കും വന്നത്? നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തത്. എന്താ എക്സ്പോർട്ട് ചെയ്തത്? ഈ ഫംഗ്ഷൻ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അല്ലേ. ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു? console.log apple of 20, അപ്പൊ ഞാൻ ഇവിടെ console.log കൊടുക്കാൻ കാര്യം എന്താ? കാര്യം ഞാൻ ഇവിടെ റിട്ടേൺ ചെയ്തേക്കാണ്. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ കോൾ ചെയ്ത സ്ഥലത്തേക്ക് ആ റിസൾട്ട് വരും. എന്നിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു? ആ റിസൾട്ടിനെ പ്രിന്റ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ ഫയൽ എക്സിക്യൂട്ട് ചെയ്യാം. node 22. ഓക്കെ, ഞാൻ ഈ ഫയലാണ് എക്സിക്യൂട്ട് ചെയ്തത്. എന്താടാ? കസേര 2 3 4 5 6 7 8 9. അതോട്ടോ ഈ സൈഡിലോട്ടോ. മനസ്സിലായത്? അത് പക്ഷെ നമ്മൾ ആ രീതിയിൽ എക്സ്പോർട്ട് ചെയ്യണം. ചെയ്യാതെ ഇതിപ്പോ ഒറ്റ ഫംഗ്ഷൻ എക്സ്പോർട്ട് ചെയ്യുള്ളൂ. ഈ സെറ്റപ്പ് ആണ് ഒരു ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നിക്കുള്ളിയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ചെയ്യാം. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു ഫംഗ്ഷൻ എക്സ്പോർട്ട് ചെയ്യുന്നത് മൊഡ്യൂളിലോട്ട് എക്സ്പോർട്ട് ചെയ്ത് ആ ഫംഗ്ഷന്റെ പേര് കൊടുക്കുക. ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യുക? അത് റിക്കവർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ആപ്പിളിൽ എന്താണോ എക്സ്പോർട്ട് ചെയ്തത് അവസാനം കിട്ടും. ഇഷ്ടമുള്ള പേര് എടുക്കുക ഇവിടെ. ഇതൊക്കെ ആണോ? ടൈപ്പിലാണ് ഇപ്പൊ കാണിച്ചുതരാം. അതോ റിക്കവർ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ അടുത്തൊരു കാര്യം പറഞ്ഞതിലേക്ക് വരാം. ഓക്കെ, ഇപ്പം പാത്ത് ഈ ഫയലില് പിന്നെന്താ? അത് എക്സ്പോർട്ട് ചെയ്യണം. എന്ത് ക്രിയേറ്റ് ചെയ്താലും എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യാൻ സാധനം വരുള്ളൂ. ഒരു ഫയലിൽ നിന്ന് ഒറ്റ മൊഡ്യൂളിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റ എക്സ്പോർട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? അതായത് ഒന്നിൽ കൂടുതൽ ഫയൽസ് നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യാം? അറേ ഒബ്ജക്റ്റ്. നമ്മൾ അറേ ഒബ്ജക്റ്റ് ആയിട്ട് ചെയ്യും. നീ അതാ പറഞ്ഞു, ഡോട്ട് നീ പറഞ്ഞില്ലേ? എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് സബ് ഇവിടുന്ന് പാസ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു ഒബ്ജക്റ്റ് ആയിട്ട് സം എന്ന് പറഞ്ഞ കീയിൽ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ പാസ് ചെയ്യും. സബ് എന്ന് പറഞ്ഞ കീയിൽ സബ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ പാസ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യും? ഒരു ഒബ്ജക്റ്റ് ഒന്നിക്കൂടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരെണ്ണമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ചുമ്മാ നമുക്ക് ഡയറക്റ്റ് പാസ് ചെയ്യാം. ഒന്നിക്കൂടുതൽ ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യാൻ പാസ് ചെയ്യാനൊക്കെ നമുക്ക് ഒന്നെങ്കിൽ അറേ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഉപയോഗിക്കാം. നമ്മളിവിടെ ഒബ്ജക്റ്റ് ആക്കുന്നു ഇല്ലേ? അതുകൊണ്ട് സം എന്ന് പറഞ്ഞ കീയിൽ എന്ത് ചെയ്യുന്നു?
ഈ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ പാസ് ചെയ്യുന്നു. ഓക്കെ, സബ് എന്ന് പറഞ്ഞ കീയിൽ ഈ സബ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ പാസ് ചെയ്യുന്നു. അപ്പൊ ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ കിട്ടുക. അപ്പം ഈ ആപ്പിൾ എന്തായിരിക്കും? ഒരു ഫംഗ്ഷൻ ആയിരിക്കുമോ? ഇല്ല, എന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിരിക്കും. അതായത് ഇവിടുന്ന് ഞാൻ പാസ് ചെയ്ത ഈ ഒബ്ജക്റ്റ് ആയിരിക്കും അപ്പുറത്ത് ആപ്പിൾ വരിക. ഇത് മനസ്സിലായി നിങ്ങൾക്ക്? ഒരു ഒബ്ജക്റ്റ് എന്താ സംഭവം? എന്തിനാ ഉപയോഗിക്കുന്നത്? ലേബിൾ ചെയ്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഒന്നിൽ കൂടുതൽ ഡാറ്റ ലേബിൾ സ്റ്റോർ ചെയ്യാം. ഒരു ഒബ്ജക്റ്റിന്റെ വാല്യൂ ആയിട്ട് നമുക്ക് നമ്പർ, അറേ, സ്ട്രിങ്, ബൂളിയൻ, ഫംഗ്ഷൻ എല്ലാം ഉപയോഗിക്കാം. അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കീ ആണ്, ഇത് വാല്യൂ. ഈ വാല്യൂ ആണ് ഈ സം. ഫംഗ്ഷന്റെ വേരിയബിൾ ഈ സം എന്ന് പറഞ്ഞ വേരിയബിളോ? ഇല്ലില്ല, പറ്റില്ല. അത് പറ്റില്ല. സമ്മിനെ നമുക്ക് യൂസ് ചെയ്യാന്നല്ല വേറെ പറ്റില്ല. ഇല്ല, അത് ഫംഗ്ഷനകത്തുള്ള സാധനം പുറത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഫംഗ്ഷനകത്ത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കുന്നത് നം1 നം2 ഈ ഇൻഡെക്സിൽ ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, അത് ഫംഗ്ഷന്റെ ലോക്കൽ വേരിയബിൾസ്. ഫംഗ്ഷന്റെ ലോക്കൽ വേരിയബിൾസ് ഫംഗ്ഷന് പുറത്ത് എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ ആണെങ്കിൽ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെ പിന്നെ പുറത്ത് ഡിക്ലെയർ ചെയ്തിട്ട് പിന്നെ അകത്ത് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഇപ്പൊ ഒരു ആണെങ്കിൽ ലെറ്റ് എ ഈക്വൽ ടു 0 അതുകൊണ്ട് ഈ എ ഫംഗ്ഷനകത്ത് ഉപയോഗിക്കാം, ഫംഗ്ഷന് പുറത്ത് ഉപയോഗിക്കാം. അങ്ങനെ പറ്റുള്ളൂ. ഫംഗ്ഷനകത്തുള്ള ഒരു ലോക്കൽ വേരിയബിൾ എവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? ഇത് സെൻഡ് ചെയ്ത് മനസ്സിലായോ? അങ്ങനെയാണ് ഞാൻ ഇത് എവിടെ ഇങ്ങനെ റിസീവ് ചെയ്യും. ആപ്പിൾ എന്ന് പറഞ്ഞ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ? ആപ്പിൾ എന്തായിരിക്കും വരിക? ആപ്പിൾ ഒബ്ജക്റ്റ് ആണുള്ളത്. നമ്മൾ ഇവിടെ സെൻഡ് ചെയ്യുന്ന ഈ ഒബ്ജക്റ്റ് ആണ് ആപ്പിൾ ഉണ്ടാവുക. എനിക്ക് സമ്മാണ് കണ്ടുപിടിക്കണമെങ്കിലോ ആപ്പിൾ ഡോട്ട് എന്താ മഴ ഉണ്ടോ അടുത്ത്? ആപ്പിൾ ഡോട്ട് സം എന്ന് കൊടുത്തു. എന്തോ അവിടുന്നോ? ഓക്കെ, ഇത് മനസ്സിലായോ? ആപ്പിൾ ഡോട്ട് സം എന്ന് കൊടുത്തു. നിങ്ങൾക്ക് റണ്ണി നോക്കാം. 30. എനിക്കിനി സബ് കാണണമെങ്കിലോ ആപ്പിൾ ഡോട്ട് സബ് കണ്ടോ? അപ്പൊ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇങ്ങനെ സെൻഡ് ചെയ്യാം. എത്ര ഉണ്ടോ എല്ലാം എന്ത് ചെയ്യാം? ഒബ്ജക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാം. ഏതാടാ? ഇവിടെ ആണോ? കാര്യം ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത സാധനം അപ്പുറത്ത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നീ സബ് എഴുതി, ഈ മൂന്നാമതൊരു ഫംഗ്ഷൻ എഴുതി, മൾട്ടിപ്ലൈ മള്ളെന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ എഴുതി. ഓക്കെ, ഇത് എനിക്ക് ഒരിക്കലും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ആപ്പിളിലോട്ട് മളന്ന് വിളിച്ചാൽ എന്തായിരിക്കും? അൺഡിഫൈൻഡ് ആയിരിക്കും. കാര്യം നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ അപ്പുറത്ത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഉണ്ടാകാം. പക്ഷെ നമുക്ക് അങ്ങനെ വരത്തില്ല. നമ്മൾ പൊതുവെ ഒരു അധികം എക്സ്പോർട്ട് ഒരു ഫയലിന് വരത്തില്ല. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിരിക്കും ഒരു ഫയൽ എപ്പോഴും യൂസ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. കൊടുക്കണം. അതായത് ഇനി നിനക്ക് ഈ മള്ളി ഇവിടെ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഇതിനെ എക്സ്പോർട്ട് ചെയ്യണം. ഇഷ്ടമുള്ള കീയിൽ ഞാൻ കണ്ടേ ഓറഞ്ച് എന്ന് പറഞ്ഞ കീയിൽ ഈ മള്ളിനെ എക്സ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് എന്ത് വിളിക്കണം? ആപ്പിളിലോട്ട് ഓറഞ്ചാണോ? ശ്രദ്ധിക്ക്, ഓറഞ്ച് അല്ലേ? കീ ഓറഞ്ച് അല്ലേ? ഞാൻ ചുമ്മാ വെച്ചങ്ങനെ നമ്മളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിപ്പോ ഒരു ഒബ്ജക്റ്റ് ഇപ്പൊ ഒരു ഒബ്ജക്റ്റിനകത്തുള്ള കീ ആണ് വിളിക്കേണ്ടത്. ഇവിടോ എന്ത് കൊടുക്കണം? ഓക്കെ, ഫുൾ കാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. BMW. അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, നമുക്കിത് റൺ ചെയ്യാം. ഇവിടെ സബാണല്ലോ. ഓക്കെ, എന്തൊരു ആപ്പിൾ ഡോട്ട് സബ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. അതായത് ആപ്പിളിനകത്ത് സബ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. കാര്യം ആപ്പിളിനകത്ത് എന്താ ഉള്ളത്? BMW എന്ന് പറയുന്ന കീയിലാണ് ഇപ്പൊ ഫംഗ്ഷൻ ഉള്ളത്. മനസ്സിലായോ? അതായത് ഇത് വാല്യൂ ആണ്. മനസ്സിലായോ? ഒരു ഒബ്ജക്റ്റിനകത്ത് നമ്മൾ വാല്യൂസ് അല്ല ആക്സസ് ചെയ്യുന്നത്, കീ വെച്ചാണ് ആക്സസ് ചെയ്യുന്നത്. മനസ്സിലായോ? കീ വാല്യൂ പറയാനുള്ള നമ്മൾ ഒരു ഒബ്ജക്റ്റിനകത്തുള്ള ഒരു വാല്യൂ നമുക്ക് വേണമെങ്കിൽ അതിന്റെ കീ വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ സബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വേണമെങ്കിൽ അതിന്റെ കീ ഏതാണോ അത് വെച്ച് ആക്സസ് ചെയ്യണം. BMW. അപ്പൊ എന്താ ഇവിടെ വന്നിട്ട് ആപ്പിൾ ഡോട്ട് BMW എന്ന് വിളിച്ചാലേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആപ്പിൾ ഡോട്ട് എന്താ ഇവിടുന്ന് ഓറഞ്ച് അല്ലെങ്കിൽ സമ്മ. മനസ്സിലായോ? ആ വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, ഇതാണ് സംഭവം. അപ്പൊ ഇങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പോർട്ട് ചെയ്യാം. ഇവിടുന്ന് ഒരു വേരിയബിൾ ഫംഗ്ഷൻ മാത്രമല്ല, ഫംഗ്ഷൻ കാണിച്ചതേ ഉള്ളൂ. എന്ത് വേണം ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാം. എന്ത് എക്സ്പോർട്ട് ചെയ്യുന്നോ അതെല്ലാം ഇവിടെ കൊടുത്ത് ആഡ് ചെയ്ത് പോകാന്നുള്ള. എക്സ്പോർട്ട് ചെയ്താലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ, ഇമ്പോർട്ട് ചെയ്ത് മനസ്സിലായോ?
രണ്ട് രീതിയിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ആപ്പിൾ എന്ന് കൊടുത്തിട്ട് ആപ്പിൾ തന്നെ യൂസ് ചെയ്യാം. അത് അവിടെ നിന്ന് എങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് അത് അതേ കണക്കായിരിക്കും. ഇത്ര ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ. ഇനി പാത്തിന്റെ കാര്യങ്ങൾ നോക്കാം. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ മാത്ത് ഈ ഫോൾഡറിലാണെന്ന് വെച്ചോ. ഇപ്പൊ മാത്തിന്റെ പാത്ത് മാറി. ഓക്കെ, ABC പറഞ്ഞ ഫോൾഡറല്ല. അപ്പൊ നമ്മൾ റിക്കവർ അത് ഓട്ടോമാറ്റിക്കലി വന്ന് കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ റിക്കവർ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പം നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാ? ഇൻഡെക്സിലാണ്. ഇൻഡെക്സിൽ നമുക്ക് എങ്ങോട്ട് പോകണം? ABCക്കകത്തുള്ള അപ്പം ഇവിടുന്ന്, അതായത് ഇൻഡെക്സിൽ നിന്ന് അങ്ങോട്ട് പോകാനുള്ള പാത കൊടുക്കണ്ടേ. അപ്പൊ ഇൻഡെക്സിൽ നമ്മൾ ആദ്യം അങ്ങോട്ട് കയറണം, ABCയിലോട്ട് കയറണം ഇല്ലേ? അപ്പം ഇൻഡെക്സും ABCയും കിടക്കുന്നത് എവിടെയാ? ഒരു ഫോൾഡറില. അപ്പൊ ABCയിലോട്ട് കയറാൻ വേണ്ടി എന്ത് കൊടുക്കും? /ABC. അതിനകത്തുള്ള കണ്ടോ, /ABC, അതായത് ഇൻഡെക്സ് കിടക്കുന്ന അതേ ഫോൾഡറിലുള്ള ABC എന്ന് പറയുന്ന ഫോൾഡർ, അതിനകത്തുള്ള ക്വാണ്ടിറ്റി മാത്രം നമുക്ക് റൺ ചെയ്യാം. കണ്ടോ? ഓക്കെ, ഇനി വേറെ കാര്യം നോക്കാം. നമ്മുടെ ഇൻഡെക്സ് കിടക്കുന്നത് വേറെ ഫോൾഡറല്ല, രണ്ട് ഫോൾഡർ കിടക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ആദ്യം ഇൻഡെക്സ് കാണാം. ഓക്കെ ആണല്ലോ. കാര്യം നമുക്ക് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഫയലാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ടെർമിനൽ വഴി അതേ ഫോൾഡറിൽ കയറണം. അപ്പൊ അവിടെ കയറി. ഓക്കെ, ഇപ്പൊ ഇൻഡെക്സ് കിടക്കുന്ന ഒരു ഫോൾഡറിൽ, ABC കിടക്കുന്ന വേറെ ഫോൾഡർ, രണ്ട് ഡിഫറെന്റ് ഫോൾഡറിലാണ് കിടക്കുന്നത്. അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ ചെയ്യാൻ നോക്കാം. സെയിം ഫോൾഡർ ആണെങ്കിൽ എന്താ ചെയ്യുക? /. ഓക്കെ, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെയാ? ഫോൾഡറിനകത്താ. അപ്പൊ ഫോൾഡറിനകത്തുനിന്ന് ABCയിലോട്ട് പോകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഫോൾഡറിന് പുറത്തോട്ട് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ളതാണ് // മീൻസ് സെയിം ഫോൾഡർ. പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി // എന്താ കൊടുക്കുക? ABC. // അടിക്കുമ്പോഴേ പുറത്തേക്ക് ഇറങ്ങി. ഇനി അവിടെ ഉള്ള ABC, അതിനകത്തുള്ള 22 റൺ ചെയ്യുകയാണെങ്കിൽ കണ്ടോ? പാത്തോട് മനസ്സിലായോ? സെയിം ഫോൾഡറിലാണ് രണ്ട് ഫയലും എങ്കിൽ // രണ്ട് ഡിഫറെന്റ് ഫോൾഡർ ആണ്. ഇതിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു ഫോൾഡറിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ // ഓക്കെ ആണല്ലോ. ഓക്കെ, ട്രൈ നോക്കിയേ. എന്താ ചേട്ടാ? ഞാൻ ക്ലാസ്സിലാണ്. ഇതിപ്പോ സാറ് ചെയ്യണം, മറ്റേ സാധാ ഫോൾഡറിൽ
ജയസിന് 21 എനിക്ക് 21 ആ അപ്പൊ കുഴപ്പമില്ല ഒരാൾക്കായോ അതാണ് എനിക്ക് 22. കൂടി പഠിച്ചിട്ടുണ്ടാവും ഞാൻ പഠിക്കുക
ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത് കിട്ടില്ലായിരുന്നോ? കഴിഞ്ഞെല്ലാരും? ഇത് മനസ്സിലായല്ലോ നമുക്ക്? ഇപ്പൊ എക്സ്പോർട്ട് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക, യൂസ് ചെയ്യാം. ഓക്കെ, ഇനി പുതിയ മെത്തേഡ്. പുതിയ മെത്തേഡ് വഴി നമുക്ക് വേറെ കാര്യം നോക്കാം. എന്നിട്ട് അതിലേക്ക് വരാം. പാക്കേജസ് കേട്ടോ? പാക്കേജസ് വായിച്ചു നോക്കിയേ.
ഇത് നോക്കണ്ട. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ടേംസ് ഉണ്ട്. ഒന്നാണ് മൊഡ്യൂള്, ഒന്നാണ് പാക്കേജ്, ഒന്നാണ് ലൈബ്രറി. ഓക്കെ ആണല്ലോ? ഓക്കെ, റിയാക്ട് ജസ്റ്റ് സിമ്പിൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വരാം. അപ്പം എന്താണ് ലൈബ്രറി നോക്കി? പ്രീ റിട്ടൺ കോഡ്, അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളിത് എവിടെ ഉപയോഗിക്കുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സൈറ്റ് ചെയ്യുക, ഒരു ബ്ലോഗ് സൈറ്റ്, ചുമ്മാ ഒരു എക്സാമ്പിൾ ആണ്. ഒരു ബ്ലോഗ് സൈറ്റ് ചെയ്യുക, ബ്ലോഗ് ഒക്കെ ആർക്ക് വേണമെങ്കിലും കേട്ട് അയാളുടെ ബ്ലോഗ് ആഡ് ചെയ്യുക. ഒക്കെ ആണല്ലോ. അപ്പോൾ ഈ സൈറ്റ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സൈറ്റ് ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം, ഏത് രാജ്യത്തിന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പം ഞാൻ ഇവിടുന്ന് ഇന്ത്യൻ ടൈമിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അമേരിക്ക ഉള്ള ഒരാൾക്ക് അവിടെ ഏത് ടൈം ആയിരിക്കും കാണിക്കണ്ടേ? ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമോ? ആ സമയത്തുള്ള അമേരിക്കൻ ടൈം. ഓക്കെ ആണല്ലോ? യൂറോപ്പിലുള്ള ഒരാൾക്ക് അവിടുത്തെ ടൈം ഇങ്ങനെ ആയിരിക്കുമല്ലോ കാണിക്കണ്ടേ? അപ്പം നമ്മൾ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്ന 12 മണി ആയിരിക്കും, ഇല്ലയോ? ISTO പോട്ടെ, 12 മണി ആയിരിക്കും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, അപ്പോൾ ഇത് അമേരിക്കയിൽ ഇരുന്ന് ഒരാൾ വ്യൂ ചെയ്യുമ്പോൾ അത് ഏത് ടൈമിൽ കാണിക്കണം? അമേരിക്കൻ ടൈമിൽ കാണിക്കണം, ആണല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിന് വേണ്ടി ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് ലോകം മൊത്തമുള്ള രാജ്യം എടുത്തിട്ട് അവിടുത്തെ ടൈം വെച്ചിട്ട് ഇന്ത്യൻ ടൈം വെച്ച് കാൽക്കുലേറ്റ് ചെയ്തുമോ? എന്നാലും ചോദിക്കുക, ഇപ്പൊ എത്രയോ രാജ്യങ്ങളുണ്ട്, 100 മേൽ രാജ്യങ്ങളുണ്ട്. നമ്മളെല്ലാം തപ്പിപ്പിടിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് തന്നെ ഒരു 2-3 ദിവസം നമ്മൾ പോകും, അതിൽ കൂടുതൽ പോകും. ഒക്കെയാണ്, നമ്മൾ വേറെ പണിയും ചെയ്യാമല്ലോ. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇത് ചെയ്യുമ്പോൾ ഒരുപാട് ടൈപ്പ് പോകും. അപ്പൊ നമ്മുടെ സൈറ്റിന്റെ ഉദ്ദേശം എന്താ? ഒരു ബ്ലോഗ് സൈറ്റ്, ബ്ലോഗ് ആഡ് ചെയ്യുക, ബ്ലോഗ് എടുക്കുക, ബ്ലോഗ് കാണുക, ലൈക്ക് ചെയ്യുക, അല്ലേ? നമ്മുടെ ഉദ്ദേശം അതാണ്. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഒരാഴ്ച കളയാന്ന് വെച്ചാൽ പിന്നെ സൈറ്റ് ഉണ്ടാക്കാൻ കുറച്ച് ടൈം ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ ഒരു ക്ലയന്റ് പറയും 2 ആഴ്ച കൊണ്ട് ചെയ്യാം. നമുക്ക് 2 ആഴ്ച ആ ബ്ലോഗ് സൈറ്റിന്റെ എന്ത് ചെയ്യണം? കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ കേസ് നമ്മൾ ഇരുന്ന് കുത്തി എഴുതില്ല. പകരം നമുക്ക് എന്ത് ചെയ്താൽ ഇതുപോലെ ബ്ലോഗ് സൈറ്റ് ഉണ്ടാക്കി ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരാരെങ്കിലും ഒക്കെ ഇതിനൊരു സൊല്യൂഷൻ ഓൾറെഡി എന്ത് ചെയ്യാനുണ്ടാവും? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനുവേണ്ടി ഒരു ഫംഗ്ഷൻ ആവല്ലോ, അല്ലേ? അവരത് ഇന്റർനെറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം? ആ കോഡ് കോപ്പി ചെയ്യാം, ഫുൾ കോഡ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ നോഡിനകത്ത് അതിനുവേണ്ടി സെറ്റപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിന്റെ ആ എൻവയോൺമെന്റിൽ അതിനുവേണ്ടി സെറ്റപ്പ് ഉണ്ട്. അതെന്താ വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഓരോരോ പാക്കേജ്. ഇപ്പോൾ വേറെ എക്സാമ്പിൾ ആണ്, ഇമേജ് പ്രോസസ് ചെയ്യണം. നമുക്കൊരു ഇമേജ് എന്ത് ചെയ്യണം? ഈ ഡാറ്റാബേസിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂസറിൽ 10 MB ആയിരിക്കും, 20 MB ആയിരിക്കാം. എത്ര ആയാലും നമ്മൾ അതിന് എന്ത് ചെയ്യണം? സ്കെയിൽ ഡൗൺ ചെയ്യണം. അതായത് ഒരു MB 2 MB ഒക്കെ ആക്കിയിട്ട് വേണം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇമേജിന്റെ JPEG ആണെങ്കിൽ JPEG അൽഗോരിതം ഫുള്ള് നമ്മൾ പഠിച്ച് അതിന് വേണ്ടിയുള്ളൊരു കോഡൊക്കെ എഴുതണം. 1 വർഷം എടുക്കും അതെല്ലാം പഠിച്ചു വരുമ്പോഴത്തേക്കും, അല്ലേ? അതിനൊരു നമുക്ക് എന്ത് ചെയ്യാം? ഓൾറെഡി ആരെങ്കിലും ഇതിന് വേണ്ടിയുള്ള സൊല്യൂഷൻ ചെയ്തിട്ടുണ്ടാവും, നമുക്ക് അത് യൂസ് ചെയ്യാം. അപ്പൊ നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇന്റർനെറ്റിൽ കാണും എൻ്റെ കോഡ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് കോഡിനെ പറഞ്ഞവരാണ് പാക്കേജസ്. ഓക്കെ ആണല്ലോ? അപ്പം എന്ന് വെച്ചാൽ ഒരു ഫോൾഡറിനകത്ത് നടക്കുന്ന കുറെ കോഡ് നമ്മൾ പാക്കേജ് എന്ന് പറയും. അതാണ് പാക്കേജ്. ഇപ്പൊ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് കാര്യം ചെയ്യാനുള്ള പാക്കേജിനാണ് ലൈബ്രറി എന്ന് പറയാം. ഇപ്പൊ റിയാക്ട് എന്ന് പറഞ്ഞാൽ UA ബിൽഡ് ചെയ്യാനുള്ള ഒരു പാക്കേജാണ്. അത് സ്പെസിഫിക് കാര്യം ചെയ്യാൻ, എന്ത്? UA ബിൽഡ് ചെയ്യാൻ. അപ്പൊ നമ്മൾ അതിനെ ലൈബ്രറി എന്ന് എടുത്തു പറയും. ഒരു ലൈബ്രറി എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ആണ്, ഒരു സ്പെസിഫിക് കാര്യം മാത്രം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാക്കേജ് ആയിരിക്കും ഒരു ലൈബ്രറി. പാക്കേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കളക്ഷൻ ഓഫ് പ്രീ റിട്ടൺ കോഡ്, അതാണ് പാക്കേജ്. മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലിനെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു കൂട്ടം ജാവാസ്ക്രിപ്റ്റ് ഫയലിനെ, അല്ലെങ്കിൽ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലിനാണ് മൊഡ്യൂൾ എന്ന് പറയാം. നമ്മുടെ ഫയൽ, നമ്മുടെ JS ഫയൽ എല്ലാം ഒരു മൊഡ്യൂളാണ്. ഇതൊരു മൊഡ്യൂളാണ്, മാത്ത് മൊഡ്യൂൾ, മാത്സ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള. ചിലപ്പോൾ മാത്ത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി 3-4 ഫയൽ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? അതെല്ലാം കൂടെ ചേർന്ന് ഒരു മൊഡ്യൂളായി. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ളതല്ലേ മാത്സിന്റെ ഓപ്പറേഷൻ. മനസ്സിലായി? ആ ഒരു ഐഡിയ എത്രേ ഉള്ളൂ, പറയുന്ന വാക്കുകളെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞെന്താ വെച്ചാൽ നമുക്കിങ്ങനെ പലപ്പോഴും തേർഡ് പാർട്ടി കോഡുകളുടെ ആവശ്യം വരും. നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ പൊതുവെ ഒരുപാട് തേർഡ് പാർട്ടി കോഡുകൾ ഉപയോഗിക്കും. തേർഡ് പാർട്ടി കോഡ് എന്ന് പറഞ്ഞാൽ നമ്മളല്ല എഴുതിയത്, നമ്മൾ എഴുതിയതല്ല, നോഡിൽ ഇൻബിൽട്ട് ആയിട്ടുള്ളതല്ല. മനസ്സിലായി? നമ്മൾ എഴുതിയതല്ല, ഇൻബിൽട്ട് ആയിട്ടുള്ളതല്ലാത്ത വേറെ കോഡാണ് തേർഡ് പാർട്ടി. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് പൊതുവെ പലപ്പോഴും ഇഷ്ടം പോലെ തേർഡ് പാർട്ടി കോഡുകൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ തേർഡ് പാർട്ടി കോഡിലൊക്കെ നമ്മൾ പോയി നെറ്റിൽ പോയി തപ്പി എടുത്ത് കണ്ടുപിടിച്ച് ഡൗൺലോഡ് വന്ന് അവിടെ നിന്ന് കോപ്പി ചെയ്ത് നമ്മുടെ പ്രൊജക്ട് ഫോൾഡറിലിട്ട് കുറെ കഷ്ടപ്പെടണം, ഇല്ലേ? നമ്മൾ ഇതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ നോഡ് നമുക്ക് ടൂൾ കണ്ടുണ്ട്, അതാണ് NPM, ഫുൾ ഫോം നോഡ് പാക്കേജ് മാനേജർ. നോഡിന്റെ പാക്കേജ് മാനേജ് ചെയ്യാനുള്ള സാധനം, അതാണ് നോഡ് പാക്കേജ് മാനേജർ, NPM. ഓക്കെ ആണല്ലോ? അപ്പം ഇതൊരു പ്രോഗ്രാമാണ്. NPM എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. നമ്മൾ Node.js ഇൻസ്റ്റാൾ ചെയ്തില്ലേ? ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അതിന്റെ കൂടെ വന്ന സാധനം എല്ലാവരും കമ്പ്യൂട്ടർ കാണും. നോഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൂടെ വരും NPM, നോഡ് പാക്കേജ് മാനേജർ. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം നമ്മൾ പറഞ്ഞു ഇന്റർനെറ്റിൽ എവിടെയെങ്കിലും പോയി തപ്പണം.
അപ്പൊ അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ചിലപ്പോൾ ആ കോഡിന് എന്തെങ്കിലും വൈറസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. കോഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യല്ലേ, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറില്ലേ, നമ്മൾ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്ന എവിടുന്ന പ്ലേ സ്റ്റോറിൽ നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് സേഫ് ആയിരിക്കും. ഗൂഗിൾ കുറെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ റൂൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലേ. ആ റൂൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഒരു ആപ്പ് ഉണ്ടാക്കിയാൽ അവരുടെ റൂൾസും ഗൈഡ് ലൈൻസും എല്ലാം ഫോളോ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത ആപ്പ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പ്ലേ സ്റ്റോറിൽ സാധനം ഉണ്ട്, അതാണ് NPM രജിസ്ട്രി സൈറ്റാ. NPM രജിസ്ട്രി ഇതുവരെ ഉണ്ടാക്കിയ മിക്ക പാക്കേജുകളും അതിനകത്തുണ്ട്. ആർക്ക് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. അപ്പൊ എനിക്ക് വേണമെങ്കിലും അവരുടെ ഗൈഡൻസ് ഒക്കെ നോക്കിയിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്. അപ്പൊ ഞാൻ നോക്കണം, ഓക്കെ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇമേജ് കംപ്രസ് ചെയ്യാനുള്ള ഒരു പാക്കേജ് ഞാൻ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാം. ഒക്കെയുള്ള അങ്ങനെ ലക്ഷക്കണക്കിന് കോടി കണക്കിന് പാക്കേജുകളുള്ള ഒരു സ്ഥലമാണ് NPM രജിസ്ട്രി. ഓക്കെ, അപ്പൊ നമ്മൾ NPM ഉപയോഗിച്ച എന്ത് സംഭവിക്കുക വെച്ചാൽ, നമ്മളൊരു പ്രൊജക്ട് ബിൽഡ് ചെയ്യുന്നു, പ്രൊജക്ട് ഫോൾഡറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടെ പോയിട്ട് NPM സ്പേസ് നമുക്കൊരു പാക്കേജിന്റെ പേര് അറിയാമെന്ന് വെച്ചാൽ, ഇന്നൊരു പാക്കേജ് ഇപ്പൊ റിയാക്ട് എന്ന് പറഞ്ഞ പാക്കേജ് NPM സ്പേസ് ഇൻസ്റ്റാൾ റിയാക്ട് എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി NPM രജിസ്ട്രിയിൽ നിന്ന് എന്ത് ചെയ്യും, ഫുൾ അതിന്റെ കോഡ് ഫുൾ എടുത്ത് നമ്മുടെ പ്രൊജക്ട് ഫോൾഡറിൽ വെച്ച് തരും. നമുക്ക് പിന്നെ വെറുതെ അങ്ങ് യൂസ് ചെയ്താൽ മതി. പറഞ്ഞ മനസ്സിലായോ? അതായത് തേർഡ് പാർട്ടി കോഡുകളൊന്നും നമ്മൾ പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ NPM രജിസ്ട്രി കയറുക. ഓക്കെ, ഇതാണ് രജിസ്ട്രി. ഇഷ്ടംപോലെ പാക്കേജ് ഉണ്ട്. ഇപ്പൊ റിയാക്ട് എന്ന് പറഞ്ഞ പാക്കേജ് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു, റിയാക്ട്. ഇവിടെ നോക്കിയേ ആ പാക്കേജ്. അപ്പൊ ഇതാണ് റിയാക്ടിന്റെ പേജ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ റിയാക്ടിനെ പറ്റി ചെറിയ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. റിയാക്ടിന്റെ സൈറ്റിലേക്കുള്ള ലിങ്ക് ഉണ്ടാവും. കൂടാതെ ഒരു വീക്കിൽ അതിന് വരുന്ന ഡൗൺലോഡ് ഉണ്ടാവും. നോക്കിയേ 2,48,00,000 ഒരു വീക്കിൽ വരുന്ന ഡൗൺലോഡാ. ഇങ്ങനെ എല്ലാ വീക്കിലും ഉണ്ട്. കണ്ടോ, അത്രയും ഡൗൺലോഡ് വരുന്ന ഒരു പാക്കേജാണ്. 2 കോടി, ഇതിനും കൂടുതൽ ഡൗൺലോഡ് വരുന്ന പാക്കേജ് ലൊഡാഷ് എന്ന് പറയുന്ന പാക്കേജ് ഉണ്ട്. 5 കോടിയാണ് ഡൗൺലോഡ് ഒരു വീക്കിലാണ്. ഇങ്ങനെ എല്ലാ വീക്കിലും ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കും. 5 കോടിയോളം ടോട്ടൽ അല്ല, ഒരു വീക്കിൽ വരുന്ന ഡൗൺലോഡ്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ പാക്കേജുകൾ ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ചുമ്മാ അത് ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് ഇപ്പൊ ഈ പാക്കേജ് നമുക്ക് വേണമെങ്കിൽ NPM സ്പേസ് ഐ സ്പേസ് പാക്കേജിന്റെ പേര് കൊടുത്താൽ നമ്മുടെ പ്രൊജക്റ്റില് ഒരു പ്രൊജക്റ്റിൽ ഒറ്റ വട്ടം അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇത്ര ഏകദേശം മനസ്സിലായത്? VS കോഡിലല്ല, നമ്മുടെ ഫോൾഡറിനകത്ത്. ഇൻസ്റ്റാൾ ആവുന്ന വെച്ചാൽ ആപ്പ് ഇൻസ്റ്റാൾ ആവുന്നതല്ല, അതിന്റെ കോഡിങ് വരും. അതായത് ഇപ്പൊ നോക്കിയേ ആ ഫയൽ ക്രിയേറ്റ്, അതായത് ഇപ്പൊ നോക്കിയേ ഈ ഇൻസ്റ്റാൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫയൽ വരും. അവിടെ എന്ത് ചെയ്യും, അവരുടെ ഫംഗ്ഷൻസ് അവർ എക്സ്പോർട്ട് ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യാം. മനസ്സിലായി? ഇൻസ്റ്റാൾ ചെയ്യാൻ മീൻസ് ആ കോഡിങ് വരിക, ആ പാക്കേജിന്റെ ഫുൾ കോഡിങ് വരും. ആ കോഡ് വന്നിട്ട് നമ്മുടെ പ്രൊജക്ട് ഫോൾഡറിൽ സേവ് ആവും. മനസ്സിലായോ? നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, അവിടെ നിന്ന് അവർ എക്സ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് ചെയ്യാം. അപ്പൊ അത് ഏതൊക്കെയാണ് അങ്ങനെ നോക്കുന്നത് വെച്ചാൽ ഡോക്യുമെന്റേഷൻ ഉണ്ടാവും. എല്ലാ പാക്കേജിനും ഡോക്യുമെന്റേഷൻ ഉണ്ടാവും. നമ്മളൊരു പാക്കേജ് തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ ഡൗൺലോഡ്സ് നോക്കിയിട്ടായിരിക്കും. മനസ്സിലായോ? അപ്പൊ നമുക്കൊരു പ്രത്യേക ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം ഇമേജ് കംപ്രസ് കുറെ പാക്കേജ് ഉണ്ട് ഇവിടെ. നമുക്ക് ഗൂഗിൾ തപ്പാം, ഇമേജ് കംപ്രസ് NPM പാക്കേജസ് ടോപ്പ് പാക്കേജ് ഉണ്ടോ? ഇങ്ങനെ തപ്പി ഇമേജ് പ്രോസസിംഗ് പാക്കേജിൽ നോക്കുക. ഇവർ പേര് കൊടുത്തിട്ടുണ്ടാവും. ഇത് ഷാർപ്പ് എന്ന് പറയുന്ന പാക്കേജ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഷാർപ്പ് ഇസ് ഹൈ സ്പീഡ് നോട്ട് JS മൊഡ്യൂൾ ഫോർ പ്രോസസിംഗ് JPEG PNG. ഇറ്റ് ഈസ് ബിൽഡ് അറൗണ്ട് കണ്ടോ, റീസൈസ് ചെയ്യാം, ക്രോപ്പ് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഷാർപ്പ് എന്ന് പറയുന്ന പാക്കേജ് എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് എക്സാക്ട് മാച്ച് എടുക്കുന്നു. 61 ലക്ഷം ഡൗൺലോഡ് ഉണ്ട്. ഇപ്പൊ നല്ല പാക്കേജ്. ഇത് കണ്ടോ, റൈസ് ആയിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് പബ്ലിഷ്ഡ് 2 months ago. 2 month മുമ്പ് ഇത് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് നോക്കിയിട്ട് ഞാൻ മനസ്സിലാക്കാം. ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നത് ഇവരുടെ ഡോക്യുമെന്റേഷൻ ഉണ്ടാവും, അവിടെ പോയി ഇത് വായിക്കും. ഇപ്പൊ നമുക്ക് ഒരു പാക്കേജ് യൂസ് ചെയ്യണമെങ്കിൽ അത് അവിടെ പോയിട്ട് മനസ്സിലാക്കി ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? ഇങ്ങനെയാണ് ചെയ്യാം. ഇതാണ് പാക്കേജ്. അപ്പൊ നമുക്കൊരു പാക്കേജ് ഉപയോഗിച്ച് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പാക്കേജാണ് ഈ ലൊഡാഷ്. നമ്മൾ ചുമ്മാ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി. ഇപ്പൊ കണ്ടില്ലേ 50 ലക്ഷം ഡൗൺലോഡ് ഉള്ള പാക്കേജ്.
ഇതെന്താ വെച്ചാല് ഇപ്പൊ lodash.com എന്ന് പറഞ്ഞ അവരുടെ സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഫുൾ ഡോക്യുമെന്റേഷൻ നമുക്ക് കിട്ടും. ആ പാക്കേജ് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ. lodash എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു പാക്കേജ് ആണ്. ഈ പാക്കേജിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മൾ പൊതുവെ ഇപ്പൊ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ കുറെ ലോജിക് എഴുതിയില്ലേ ഇൻഡെക്സ് കാണാന്, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ നമ്മൾ എന്തിനൊക്കെയാണ് നമ്മൾ കുറെ ലോജിക് എഴുതി ഇല്ലേ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യാന്, ഇതിനൊക്കെ നമ്മൾ തന്നെ ഇരുന്ന് കുത്തിയിരുന്ന് ലോജിക് എഴുതിയില്ലേ. ഒരു അറ ഉണ്ടെങ്കിൽ അറയ്ക്കകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനുള്ള ലോജിക് എഴുതി. അതിന് പകരം ഈ lodash എന്ന് പറഞ്ഞ പാക്കേജ് എന്താ വെച്ചാൽ അങ്ങനത്തെ കുറെ ഫംഗ്ഷൻസ് ഇതിനകത്തുണ്ട്. ഓക്കെ ആണല്ലോ, എല്ലാം ഇൻബിൽഡാ. ഇൻബിൽഡ് മീൻസ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക, നമുക്ക് ആ ലോജിക് എഴുതണ്ട, നമ്മൾ വെറുതെ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ആ ഒരു ലോജിക് എഴുതാൻ ടൈം ലാഭിക്കാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു കുറെ ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നോക്കട്ടെ, സ്ട്രിങ്ങിന്റെ ഇതിൽ നോക്കാം. ഇതെല്ലാം ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ആണ്. അപ്പൊ നോക്കോ, ക്യാമൽ കേസ്. ഓക്കെ, ഇത് ഒരു ഫംഗ്ഷനാണ് ക്യാമൽ കേസ്, ഇതിനകത്തുള്ള lodash-ലുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, ഈ ക്യാമൽ കേസ് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ 2 വാക്ക് പാസ് ചെയ്താൽ അതിനെ എന്ത് ചെയ്യും, ക്യാമൽ കേസ് ആക്കി തരും. മനസ്സിലായി? ഇങ്ങനത്തെ ഓരോ ലോജിക്കുള്ള ഫംഗ്ഷൻ മനസ്സിലായി? അപ്പൊ നമ്മൾ ഇരുന്ന് അതിന്റെ ലോജിക്, ഇപ്പം നമ്മളാണെങ്കിൽ ഇത് എന്ത് ചെയ്യണം, ഇതിന്റെ ലോജിക് എഴുതണം ഇല്ലേ. എന്ത് ചെയ്യണം, ഇതിനെ ലോവർ കേസ് ആക്കണം, ഈ സ്പേസ് കണ്ടുപിടിച്ചിട്ട് അതിനപ്പുറത്തുള്ളത് മാറ്റണം ഇല്ലേ, ആ സ്പേസ് കളയണം. നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം ലോജിക് എഴുതാൻ. അതിനൊരു എന്ത് ചെയ്യും, വേണ്ട ഈ ഇങ്ങനെ കൊടുത്താലും ഇങ്ങനെ കൊടുത്താലും ഇങ്ങനെ കൊടുത്താലും ക്യാമൽ കേസ് ഒക്കെ തരും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരുപാട് എന്താ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആയി പറയാം, യൂസ്ഫുൾ ആയിട്ടുള്ള ഫംഗ്ഷൻസിനകത്തുണ്ട്. ക്യാപിറ്റലൈസ് ഉണ്ട് വേറെ. ക്യാപിറ്റലൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റലൈസ് ചെയ്യും. ക്യാപിറ്റലൈസ് മീൻസ് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. മനസ്സിലായോ? അപ്പർ കേസ് അല്ല, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കും. ഒരു ഐഡിയ ഇട്ട് നിങ്ങൾക്ക്, ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇപ്പൊ അറയുടെ കേസിലുണ്ട്, അറയിൽ പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറ നമ്മൾ 2 അറ പാസ് ചെയ്താൽ 2 അറ നമ്മൾ ഡിഫറൻസ് കിട്ടും. അതിനകത്ത് ഏതാണ് ഇല്ലാത്തത് അത് കണ്ടോ. പക്ഷെ ഇവിടെ 3 എടുത്തില്ല. അപ്പൊ എനിക്കൊന്ന് ഇതിനകത്തുള്ളത് ഇതിനകത്ത് ഇല്ലാത്തത്. മനസ്സിലായോ? അങ്ങനെയാണ് എടുക്കുക. ഈ അറയ്ക്കകത്തുള്ളത് ഇതിനകത്ത് ഇല്ലാത്തത് ഏതാ, 1. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഇതിന് ലോജിക് എഴുതണം, അതിന് പകരം എന്ത് ചെയ്യാൻ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫൈൻഡ് ഇൻഡെക്സ് നോക്കട്ടെ. ഓക്കെ, ഫൈൻഡ് ഇൻഡെക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈൻഡ് ഇൻഡെക്സിലേക്ക് ഒരു അറയും ഒരു ഫംഗ്ഷനും പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ ഇൻഡെക്സ് നമ്പർ എടുത്ത് തരും. നമ്മളിത് ഫോർ ലൂപ്പ് ഇട്ട് ചെയ്യണം. മനസ്സിലായി? ഇപ്പൊ നോക്കിയേ, ഇവിടെ കൊടുത്തേക്കുന്ന കണ്ടീഷൻ നോക്കിയേ, പേര് യൂസറിന്റെ പേര് ബാർണി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ഇൻഡെക്സ് ആയിട്ട് 0 കിട്ടി. ഇപ്പൊ ഇങ്ങനെ കൊടുത്തേക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റേ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ എഴുതുന്നത് മനസ്സിലാവും. ഇതിലേക്ക് ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യാം. ഓക്കെ, ആ ഫംഗ്ഷനിൽ ഈ ഒബ്ജക്റ്റ് എല്ലാം കിട്ടിക്കോളും. ഞാനിവിടെ ഐ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ വന്നിട്ട് റിട്ടേൺ വേണ്ടല്ലോ, റിട്ടേൺ ഐ ഡോട്ട് യൂസർ ഈക്വൽ ടു ഫ്രെഡ് എന്ന് കൊടുത്തു. ഞാൻ റൺ ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഇത് റൺ ആവത്തില്ല ഇതിനകത്ത്. അത് റൺ ആവത്തില്ല, എനിക്ക് അവർക്ക് എന്തോ ഒരു വിഷയമുണ്ട്. ഓക്കെ, ഇത് സംഭവിക്കത്രേ ഉള്ളൂ. നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആരാണോ അയാളുടെ ഇൻഡെക്സ് നമ്പർ റിട്ടേൺ ചെയ്യും. നിങ്ങൾ നല്ല ചെയ്ത് നോക്കിയാൽ കിട്ടും. ഇതിപ്പോൾ ഇവിടെ എനിക്കൊന്ന് lodash റൺ ആവുന്നില്ല, അവരുടെ സൈറ്റ് എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇത് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന്റെ ആവശ്യമില്ല, പക്ഷെ ഇവിടെ കുറച്ച് സാധനങ്ങളൂടെ വരും ഇതിനകത്ത് എക്സ്ട്രാ. അത് കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഞാൻ ചുമ്മാ ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടോട്ടെ. പാക്കേജസ് ചുമ്മാ കൊടുത്തു, പാക്കേജിന് ഇഷ്ടമുള്ളവർ കൊടുക്കാം, പാക്കേജ് കൊടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതിനകത്തൊരു ഫയൽ എടുക്കുമ്പോൾ ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഇൻഡെക്സ് ഡോട്ട് ജെഎസ്. നമ്മൾ ഈ ഇൻഡെക്സ് ഡോട്ട് ജെഎസ് എന്ന് പറഞ്ഞ പേര് കൊടുക്കാൻ കാര്യം വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു പ്രൊജക്ട് ഫോൾഡറിനകത്ത് ഒരുപാട് ഫയൽസ് ക്രിയേറ്റ് ചെയ്യും. ഒരുപാട് ഫയൽസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഫയലായിരിക്കും. ആ ഒരു ഫയലിലേക്ക് എല്ലാം കണക്ട് ചെയ്യും. ഒക്കെയുള്ള എക്സിക്യൂട്ട് ചെയ്യുന്ന മെയിൻ ഫയൽ എന്ന് കാണിക്കാനാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. മെയിൻ ഫയൽ എന്നുള്ളതാണ്. എല്ലാവർക്കും മനസ്സിലാവും പെട്ടെന്ന് ഏതാണ് മെയിൻ ഫയൽ. ഓക്കെ ആണല്ലോ. ഓക്കെ,
ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോഡാഷ് എന്ന് പറഞ്ഞ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാം. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനായിട്ട് ലോഡാഷ് NPM സൈറ്റിൽ കയറുമ്പോൾ അവിടെ കാണിച്ചു തരും NPM സ്പേസ് ഐ സ്പേസ് ലോഡാഷ്. ഈ NPM എന്ന് പറയുന്ന ആ ഒരു സാധനം നമുക്ക് എവിടെ ഉണ്ട്, ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വന്നു. ഓക്കെ, പിന്നെ അവിടെ ഉണ്ട് ടെർമിനല് നോക്കിക്കോണം. ഇവിടെ കുറെ കാര്യങ്ങൾ വരും. NPM സ്പേസ് ഒന്നെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഐ എന്ന് കൊടുക്കാം, രണ്ട് സെയിം തന്നെ. ഓക്കെ, NPM ഐ നമ്മുടെ പാക്കേജിന്റെ പേര് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്താൽ സംഭവിച്ചാൽ ഈ നെറ്റ് വേണം. NPM എന്ത് ചെയ്യും, നമ്മുടെ NPM രജിസ്ട്രി പോകും. ഒക്കെയാണല്ലോ. NPM രജിസ്ട്രി പോയിട്ട് അവിടെ ഈ ലോഡാഷ് എന്ന് പറഞ്ഞ പേരിൽ ഒരു പാക്കേജ് ഉണ്ടോ ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് തരും. ഒക്കെയാണല്ലോ. ഇല്ലെങ്കിൽ cannot find മൊഡ്യൂൾ. ഓക്കെ, ആഡഡ് വൺ പാക്കേജ് ഇൻ 555 MS. ഓക്കെ, ഇവിടെ വേറെ എന്തൊക്കെയാ വന്നല്ലോ. ഇവിടെ കുറെ സാധനങ്ങൾ വന്നു. ഒന്നാമതാണ് package.json. അതിലേക്ക് വരാം. ഇതെന്താ വെച്ചാല് ഇത് ഇത്രേ ഉള്ളൂ. നമ്മുടെ പ്രൊജക്റ്റിന്റെ കോൺഫിഗറേഷൻ ഫയലാണിത്. നമുക്ക് എപ്പോഴും നമ്മുടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കോൺഫിഗറേഷൻ ഫയൽ വരും. ഓക്കെ, അപ്പം ഈ package.json എന്ന് പറഞ്ഞ ഫയലാണ് നമ്മുടെ കോൺഫിഗറേഷൻ ഫയൽ. നമുക്ക് പ്രൊജക്റ്റിനകത്തുള്ള പ്രൊജക്റ്റിന്റെ പേര്, ഡീറ്റെയിൽസും കാര്യങ്ങള്, പ്രൊജക്റ്റിന്റെ സ്റ്റൈലും, അല്ലെങ്കിൽ അതിന്റെ മറ്റേ പറഞ്ഞ പോലെ ഇമ്പോർട്ട് മെത്തേഡ്, എന്തോ ഡിപ്പെൻഡൻസീസ്. ഇപ്പോൾ ഡിപ്പെൻഡൻസി മാർക്കായിട്ടുണ്ടാവും, അത് ഞാൻ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മാർക്ക് ചെയ്ത് തരും. നമുക്ക് പ്രൊജക്റ്റിന്റെ കോൺഫിഗറേഷൻ ഫുള്ള് മാറ്റം ചെയ്ത് നമ്മൾ ഇനി ഇത് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇനി ഒരു കാര്യം വെച്ചാൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞ സാധനമാണ്. ഡിപ്പെൻഡൻസി അല്ല, നമ്മളൊരു പ്രൊജക്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന തേർഡ് പാർട്ടി പാക്കേജിനെയാണ് ഡിപ്പെൻഡൻസി എന്ന് പറയാം. ഒരു പ്രൊജക്ട് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അത് ബിൽഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന തേർഡ് പാർട്ടി പാക്കേജുകളെയാണ് ഡിപ്പെൻഡൻസി എന്ന് പറയാം. കാര്യം എന്താ, ഡിപ്പെൻഡൻസി കറക്റ്റ് വരല്ലേ. നമ്മുടെ പ്രൊജക്ട് റൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ തേർഡ് പാർട്ടി പാക്കേജിൽ വേണം. ഇതില്ലെങ്കിൽ റൺ ആവില്ല. അതുകൊണ്ടാണ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞത്. അപ്പൊ ഈ package.json ഫയലിനകത്ത് ഡിപ്പെൻഡൻസീസും മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ വേർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് തുറന്നു നോക്കുവാണ്. ഇപ്പം പ്രൊജക്ട് നമ്മൾ കോൺഫിഗറേഷൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇല്ല, നമ്മൾ വെറുതെ NPM ഐ സ്പേസ് ലോഡാഷ് എന്ന് പറഞ്ഞുള്ളൂ. അപ്പം ആ ഒരു package.json ഫയലിനകത്ത് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞ എന്ത് മാർക്ക് ചെയ്തു, ലോഡാഷ്. കണ്ടോ? ഇപ്പൊ ഞാൻ NPM ഐ റിയാക്ട് എന്ന് പറഞ്ഞ പാക്കേജ് ചുമ്മാ പോയി ആ പേരിലൊരു പാക്കേജ് ഉണ്ട്. കണ്ടോ? അതാണ് അത് ഇൻസ്റ്റാൾ ആയത്. NPM അൺഇൻസ്റ്റാൾ. അപ്പൊ എന്ത് സംഭവിക്കും, റിമൂവ് ആവും. അപ്പൊ ഞാൻ NPM ഐ റിയാക്ട് എന്ന് പറഞ്ഞ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം. ഡിപ്പെൻഡൻസി ആയിട്ട് അത് വന്നു. കണ്ടോ? തൽക്കാലത്തേക്ക് നമുക്ക് അത് റിമൂവ് ചെയ്യാം. ഇല്ല ഇല്ല, അൺഇൻസ്റ്റാൾ തന്നെ വേണം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഡിപ്പെൻഡൻസി അപ്പൊ ഇവിടെ മാർക്ക് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഏതാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് ഇവിടെ മാർക്ക് ആയിട്ടുണ്ടാവും. ഇത്ര ഒക്കെ ആണല്ലോ നിങ്ങൾക്ക്. ഇനി അതാണ് ഈ package.json ഫയൽ, അതായത് പ്രൊജക്ടിന്റെ കോൺഫിഗറേഷൻ ഫയൽ. കോൺഫിഗറേഷൻ, ഡിപ്പെൻഡൻസി, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മളിനി പതുക്കെ ചെയ്യും. ഇപ്പൊ നമ്മൾ വെറുതെ ഇൻസ്റ്റാൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒരു കോൺഫിഗറേഷൻ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഒന്നും വരാഞ്ഞത്. ഓക്കെ ആണല്ലോ. അടുത്താണ് പാക്കേജ് ലോക്ക്. ഈ ഫയൽ നമ്മൾ തൊടാറേയില്ല. ഇതെന്താ വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡിപ്പെൻഡൻസീസ് ഉണ്ടല്ലോ, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വെറുതെ മാർക്ക് ചെയ്യുന്ന ഒരു ഫയലാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ നോക്കാറില്ല, നമ്മൾ ഇതിനകത്ത് ഒന്നും എഡിറ്റും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആ പ്രൊജക്റ്റിലേക്കുള്ള ലിങ്കും അതിന്റെ കാര്യങ്ങളും അതിന്റെ ലൈസൻസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന സാധനം. ഓക്കെ, ഇത് നമ്മൾ തുറത്തില്ല. ഡിലീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പിന്നെയും വരും. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്താണ് നോഡ് മൊഡ്യൂൾസ്. ഇതൊരു ഫോൾഡറാണ്, ഫയലല്ല. നോഡ് മൊഡ്യൂൾസ് ഈ ഫോൾഡറിനകത്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാക്കേജുകളെല്ലാം വരുന്നത്. തുറന്നു നോക്കേ, ഇതതിന്റെ ടെമ്പററി ഫയൽസാ, ബിന്ന്. ഓക്കെ ആണല്ലോ. ഇത് മറ്റേ ഇൻസ്റ്റാൾ ആയപ്പോൾ വന്ന ടെമ്പററി ഫയൽസ് ക്രിയേറ്റ് ചെയ്താൽ. ഓക്കെ, ഇതിനകത്ത് ലോക്ക്.json ഉണ്ടായത് സെയിം കാര്യം തന്നെ. ഓക്കെ, നമ്മൾ ആ നോഡ് മൊഡ്യൂൾസ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് എന്ത് വന്നു, ലോഡാഷ് വന്നു. കണ്ടോ? ലോഡാഷ് തുറന്നു നോക്കിയാൽ അതിനകത്ത് ഒരുപാട് ഫയൽസ് ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ വന്നു, ഒരുപാട് ഫയൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം ഇവിടെ വന്നു. ഇതിനകത്താണ് ആ ലോഡാഷിന്റെ ഫുൾ കോഡ് എഴുതിയേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ആവശ്യം നമ്മളത് ചെയ്തു. ഓക്കെ, നമ്മുടെ ആവശ്യം ഇത് യൂസ് ചെയ്യാനുള്ള. നമ്മൾ ലോഡാഷ് ഇൻസ്റ്റാൾ ചെയ്ത് എവിടെ ഇൻസ്റ്റാൾ ചെയ്തു, നമ്മുടെ പ്രൊജക്ട് ഫോൾഡറിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഒന്നും ചെയ്യണ്ട, NPM സ്പേസ് ഐ സ്പേസ് പാക്കേജിന്റെ പേര് കൊടുത്താൽ ഇൻസ്റ്റാൾ ആവും. എവിടെ വരും അത്, നോഡ് മൊഡ്യൂൾസ്. അപ്പൊ നോഡ് മൊഡ്യൂൾസ് എന്താണെന്ന് വെച്ചാൽ അതിലേക്കാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാക്കേജസ് വരിക. അതൊക്കെയാണല്ലോ നിങ്ങൾക്ക്. ഇനി നമുക്കത് യൂസ് ചെയ്യണം. നമുക്ക് ഇതിനകത്തുള്ള ഈ ക്യാപിറ്റലൈസ് യൂസ് ചെയ്യണം. ക്യാമൽ കേസ് യൂസ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉണ്ട് കോഡ്സ്റ്റ് ഒരു വേരിയബിളിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ
ഇല്ലേ? നമുക്ക് ഇഷ്ടമുള്ള പേര് ഞാൻ ഇവിടെ ലൊഡാഷ് എന്ന് കൊടുക്കുന്നു, ഈക്വൽ ടു റിക്വയർ. ഇനി എന്താ കൊടുക്കണ്ടേ? പാത്ത് ഇല്ലേ? ആ ഈ എന്താ ലൊഡാഷിലേക്കുള്ള പാത്ത്. അപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ ഇന്ന് തേർഡ് പാർട്ടി ആയിട്ട് അവിടേക്കുള്ള പാത്ത് കൊടുക്കുക വേണ്ട. റിക്വയറിനകത്ത് പാക്കേജിന്റെ പേര് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി എടുത്തോളും. ഇതെല്ലാം നമുക്കുള്ള സൗകര്യങ്ങളാണ് അല്ലേ? നമ്മൾ സാധാരണ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പാത്ത് കൊടുക്കണം. ഇത് നോർമൽസ് ആണെന്ന് അറിയാം, ഇതിന് അവിടെ വരുള്ളൂ അറിയാം. അപ്പൊ എന്ത് ചെയ്യും? ഇത് ഓട്ടോമാറ്റിക്കലി നോർമൽസിനകത്തുള്ള ലൊഡാഷിനകത്തുള്ള മെയിൻ ഫയൽ ഉണ്ടാവും. ഇവർ ചെയ്തത് എന്താ അറിയാം? 100 ഫയൽ ചെയ്തിട്ടുണ്ട്. 100 ഫയലിലൂടെ ഒരു ഫയലിലേക്ക് കണക്ട് ചെയ്തു, ഒരു ഫയലിലേക്ക്. എന്നിട്ട് ആ ഫയലിനാണ് എക്സ്പോർട്ട് ചെയ്തേക്കുന്നത് എല്ലാം. മനസ്സിലായോ? അങ്ങനെയാണ് ഇവർ ചെയ്തത്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ലൊഡാഷിന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി എന്തൊക്കെ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഇവിടെ ലൊഡാഷി വരും. എല്ലാ ഫംഗ്ഷനിലും ലൊഡാഷി വരും. കാര്യം ലൊഡാഷി വലിയ ഒബ്ജക്റ്റാണ്, അതിനകത്ത് എല്ലാ ഫംഗ്ഷനും ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്കിപ്പോൾ ഇതാണ് വേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൺസോൾ ഡോട്ട് ലോഗ് ലൊഡാഷ് ഡോട്ട് ക്യാമൽ കേസ് അല്ലേ വരെ നമ്മൾ എഴുതിയ ഫംഗ്ഷനേ അല്ല. ഓഫ് ഞാനിവിടെ ഇഷ്ടം കൊടുക്കുക, ആപ്പിൾ ഓറഞ്ച് എന്ന് കൊടുത്തു. അവർ പറഞ്ഞേക്കെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഈ രീതി കൊടുക്കാം, അല്ലെങ്കിൽ ഈ രീതി കൊടുക്കാം. ഈ 3 രീതി കൊടുത്താലും നമുക്ക് ക്യാമൽ കേസ് കിട്ടുമെന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? റൺ ചെയ്യുന്നു. ഫൈനായിട്ട് നോഡ് സ്പേസ് index.js. ഓക്കെ, ക്യാമൽ കേസ് ആയോ? കണ്ടോ? ഇനി വേറെണ്ണ വേണ്ടെങ്കിലോ? ഇപ്പൊ വേറൊരു ഫംഗ്ഷൻ നോക്കാം. നോക്കട്ടെ. ഓക്കെ, ഇതുണ്ടോ? ഒരു സ്ട്രിങ് കൊടുത്തിട്ട് നമുക്കൊരു വാക്ക് കൊടുക്കാം, സോറി ഒരു ലെറ്റർ കൊടുക്കാം. ലെറ്റർ കൊടുത്ത് എന്ത് ചെയ്യും? ആ ലെറ്റർ വെച്ചാണോ അത് തുടങ്ങുന്നത് ഇല്ലയെന്ന് കണ്ടുപിടിക്കും. കണ്ടോ? നല്ല എന്തെങ്കിലും നോക്കാം. മാത്ത ഓപ്പറേഷൻ കുറെ ഉണ്ട്. ആഡ് കണ്ടോ? മാക്സ് ഉണ്ട്. നമുക്ക് മാക്സ് നോക്കാം. ഓക്കെ, മാക്സ് വെച്ചാൽ അറയിലെ ഏറ്റവും ലാർജ് നമ്പർ കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. കോൺസ്റ്റ് ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? മാക്സ് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ ഉണ്ട് കൺസോൾ ഡോട്ട് ലോഗ്. നമുക്ക് ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ലൊഡാഷ് ഡോട്ട് മാക്സ് അല്ലേ? മാക്സ് ഓഫ് നോഡ് വലിയ നമ്പരത്തെ ലാസ്റ്റ് മാക്സ് ഉണ്ടെങ്കിൽ മിന്നും കാണുമായിരിക്കും. അപ്പം കണ്ടോ? അപ്പം ഇവരുടെ എക്സാമ്പിൾ എല്ലാം കണ്ടു 2 ഇട്ടേക്കുന്നത്. അതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ, അവരിത് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത് 2 അണ്ടർസ്കോർ നമുക്ക് യൂസ് ചെയ്യാമല്ലോ ഇല്ലേ? അപ്പം ഇതെല്ലാം എന്ത് ചെയ്യണം? കണ്ടോ? മനസ്സിലായോ? ഇത്ര സംഭവം. അപ്പം ഇവർ ഈ അണ്ടർസ്കോറിലേക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് അണ്ടർസ്കോർ യൂസ് ചെയ്യുന്നു. ഏകദേശം പൊതുവെ അണ്ടർസ്കോറിലേക്കാണ് അവർ ചെയ്യാറ്. ഇഷ്ടമുള്ള വേരിയബിളിലേക്ക് കൊടുക്കാം. മനസ്സിലായത്? ഓക്കെ, ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതല്ല പേരെന്തായിരുന്നു? മൊമെന്റ് എന്ന് പറഞ്ഞ പാക്കേജ് ഉണ്ട്. മൊമെന്റ്. ഓക്കെ, അപ്പം ഈ പാക്കേജ് എന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ് ചേഞ്ച് ചെയ്യാനൊക്കെ, ഡേറ്റ് ടൈം ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവരുടെ പാക്കേജാണ് മൊമെന്റ് എന്ന് പറഞ്ഞ പാക്കേജ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എനിക്ക് ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അതിനായിട്ട് ചെയ്യേണ്ടതുണ്ട് npm i. കറക്റ്റ് അവർ ചിലപ്പോൾ അവർ മൊമെന്റ് ആയിരിക്കും, ചിലപ്പോൾ മൊമെന്റ് JS എന്നായിരിക്കാം. കറക്റ്റ് നമ്മൾ അതിന് കൊടുക്കണം. ഞാൻ അവിടെ മൊമെന്റ് എന്ന് കൊടുക്കുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ മൊമെന്റ് ആണ്. npm സ്പേസ് i സ്പേസ് മൊമെന്റ്. ഓക്കെ, മനസ്സിലായി? ഇത് എങ്ങനെ യൂസ് ചെയ്യും? ഇത് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺസ്റ്റ് അടുത്ത് ഇമ്പോർട്ട് ഈക്വൽ ടു റിക്വയർ മൊമെന്റ്. നമ്മൾ ഇവിടെ വന്നിട്ട് ജെയ്സൺ ഫയൽ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും? മാർക്കറ്റ് ഉണ്ടാവും. നമ്മൾ ഏതൊക്കെ ഡിപ്പെൻഡൻസി ഇൻസ്റ്റാൾ ചെയ്യുന്നു അതെല്ലാം അവിടെ മാർക്കറ്റ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അപ്പൊ അതെ, മൊമെന്റ് ഇൻസ്റ്റാൾ ആയി. നിങ്ങൾക്ക് മൊമെന്റ് യൂസ് ചെയ്യണം. എന്ത് ചെയ്യാം? എവിടെ? നോർമൽസാ ഉണ്ടാവും. വേറെ പറയാം.
ഓക്കെ, ഇത് അത് യൂസ് ചെയ്യുന്ന മുമ്പേ ഞാൻ ഇവിടെ റിയാക്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ഞാൻ ലൊഡാഷ് ഇൻസ്റ്റാൾ ചെയ്ത് ലൊഡാഷ് വന്നു, മൊമെന്റ് ഇൻസ്റ്റാൾ ചെയ്ത് മൊമെന്റ് വന്നു. ഓക്കെ, ഞാൻ റിയാക്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാം. npm i react. ഓക്കെ, നോക്കിയേ ഇപ്പം എന്തൊക്കെ വന്ന്. അതായത് റിയാക്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത റിയാക്ട് ആണ് ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ വന്നു. ഓക്കെ, അതിന്റെ കാര്യം അറിയാം. അതിന്റെ ഇത്രേ ഉള്ളൂ. ഈ റിയാക്ട് എന്ന് പറഞ്ഞ പാക്കേജ് ഇല്ലേ, അത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവർ വേറെ കുറെ പാക്കേജുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ റിയാക്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ ഡിപ്പെൻഡൻസീസ് വരും, പക്ഷെ അതിവിടെ മാർക്കാവില്ല. ആ ഫയൽസ് ഒക്കെ റിയാക്ട് വേറെ ഉപയോഗിച്ചതൊക്കെ ഒരു ഫയൽ ഐൻഡെക്സിൽ മാറി ഒരു ഫയൽ കമ്പൈൽ ചെയ്തിട്ടുണ്ട്. കമ്പൈലല്ല, ആഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനല്ല, ഒരു ഫയൽ ആഡ് ചെയ്ത് നീ ഉദ്ദേശിച്ചേ ഓക്കെ ലൊഡാഷ് ചെയ്തല്ലേ, അതുണ്ടാവും. ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റിയാക്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ റിയാക്ടിന്റെ ഡിപ്പെൻഡൻസീസ് എല്ലാം കൂടെ വരും, അതും കൂടെ ചേർത്ത് വരും. അപ്പൊ അതാണ് ബാക്കിയുള്ളത് വന്നേക്കുന്നത്. അത് നമ്മുടെ പ്രോജക്റ്റ് ഡിപ്പെൻഡൻസി അല്ല. നമ്മുടെ പ്രോജക്റ്റ് റിയാക്ട് ഉണ്ട്, റിയാക്ട് ഡിപ്പെൻഡൻസി വേറെ ഉണ്ട്, അതും വന്നോളും. പക്ഷെ അതിവിടെ മാർക്കാവില്ല. അതിനിപ്പോ നമ്മൾ റിയാക്ട് തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊരു പാക്കേജ് കാണും. അതിനകത്ത് ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞിട്ട് ലൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റ് ഉണ്ടാവും. മനസ്സിലായത്? ഓക്കെ, ഇതാണ് സംഭവം. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാല് മൊമെന്റ്. ഓക്കെ, അപ്പൊ മൊമെന്റ് എന്ന് പറഞ്ഞാൽ വേറെ പാക്കേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇപ്പൊ ഇതിന് വെച്ചാൽ നമ്മൾ ടൈമും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനൊക്കെ വേണ്ടിയാണ് ഞാൻ അതിന്റെ ഡോക്യുമെന്റേഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഇത് അവരുടെ പേജിലേക്ക് വരും. ഇവിടെ വന്നിട്ട് വേണം നമ്മൾ ഡോക്യുമെന്റേഷൻ വായിച്ചു നോക്കാൻ. ഓക്കെ, ഇവിടെ വന്നിട്ട് നമുക്ക് ഡോക്സ് ഉണ്ട്, ഹോമിലേക്ക് വരാം. ഓക്കെ, ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഏത് ഫോർമാറ്റ് വേണമെങ്കിലും ടൈം യൂസ് ചെയ്യാം. ഇഷ്ടംപോലെ പരിപാടി ചെയ്യാം. നമുക്കുള്ളൊരു ടൈം വേറെ ടൈം സോണിലേക്ക് മാറ്റാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത്. ഓക്കെ, ഇപ്പൊ ചുമ്മാ അത് യൂസ് കാണിച്ചു തരാം. അതായത് മൊമെന്റ് ഡോട്ട് ഫോർമാറ്റ് ഓഫ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ കറണ്ട് ഡേ കാണിക്കും. ഓക്കെ, ഇപ്പൊ നമുക്കത് വരുന്നുണ്ട് നോക്കാം. നമ്മൾ മൊമെന്റ് എന്ന് പറഞ്ഞ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തു, കൺസോൾ ഡോട്ട്. നമുക്കിപ്പോൾ ഇൻ കേസ് കറണ്ട് ഡേ കാണിക്കണം വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ട്യൂസ്ഡേ കണ്ടോ. ഇങ്ങനെ ഇത് ഈ മൊമെന്റിനകത്ത് ഒരുപാട് പരിപാടികളുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത ഇപ്പൊ ഒരു സൈറ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് വേണം യൂസ് ചെയ്യാം. ഇതല്ലോ കറണ്ട് ടൈം. ഇപ്പൊ നമുക്ക് വേണ്ട ഫോർമാറ്റ് കിട്ടാൻ നമുക്ക് ടൈമിൽ ഫോർമാറ്റ് ഉണ്ടാവല്ലോ, നമുക്ക് വേണ്ട ഫോർമാറ്റിലേക്ക് നമുക്ക് ഇത് വെച്ച് മാറ്റാം. എല്ലാം മാറ്റാം. കണ്ടോ, ഇപ്പൊ കണ്ടോ പല ഫോർമാറ്റിൽ ടൈം പ്രിന്റ് ചെയ്യുന്നുണ്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം ഇതിനെ. ഏതാണ് ഇതോ ഇത് മൊമെന്റ് ഡോട്ട് ഫോർമാറ്റ് LTS കൊടുത്താൽ അത് വരും. സെക്കൻഡും കൂടെ ആയിരിക്കും. ഇത് ഇവരുടെ ഓപ്ഷൻസാ, ഇത് നമുക്ക് നോക്കണേ. ഡോക്സ് എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അത് കാണും. ഒരു പാക്കേജാണ്. ഒരു പേരിൽ നമ്മുടെ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ നെയിം ഇടുന്ന പോലെ ഇപ്പൊ ഉള്ളൊരു പേര് നിനക്ക് ഇനി പാക്കേജ് ഉണ്ടാക്കാൻ പറ്റില്ല. മനസ്സിലായി? എന്റെ ലിസ്റ്റിലേക്ക് നിനക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. നിനക്ക് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ഇല്ലാത്തൊരു പേര് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സംഭവം. ഏതാ മൊമെന്റ് പാക്കേജാ നമ്മളിപ്പോ ഇൻസ്റ്റാൾ ചെയ്താണ് മൊമെന്റ്. അങ്ങനല്ല, പാക്കേജ് കൂടി ചേർന്നല്ല. അതായത് ഇപ്പൊ നമ്മൾ കാർ എന്ന് പറയുന്നു, നമ്മൾ കാർ ഹാച്ച് ബാക്ക് എന്ന് പറയുന്നു, സെഡാൻ എന്ന് പറയുന്നു ഇല്ലേ. സെഡാൻ എന്ന് പറയുന്നത് ബാക്കിലോട്ടുള്ളത്, ഹാച്ച് ബാക്ക് എന്ന് പറയുന്നത് ബാക്ക് ഇല്ലാത്ത. ബൈക്ക് ആണെങ്കിൽ അങ്ങനല്ലേ, സ്പോർട്സ് ബൈക്ക് ഉണ്ട്, ക്രൂസ് ബൈക്ക് ഉണ്ട് അല്ലേ. അപ്പം ക്രൂസ് ബൈക്കും ബൈക്കാണ്, സ്പോർട്സ് ബൈക്കും ബൈക്കാണ് എന്ന് പറഞ്ഞാൽ ലൈബ്രറിയും പാക്കേജ് തന്നെയാണ്. പക്ഷെ ഒരു സ്പെസിഫിക് കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ലൈബ്രറിയാണ് നമ്മൾ, പാക്കേജിനാണ് നമ്മൾ ലൈബ്രറി എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ലൊഡാഷിനെ അങ്ങനെ ലൈബ്രറി എന്ന് പറയാറില്ല. കാര്യം ലൊഡാഷ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇല്ലേ. ഇപ്പം നമ്മൾ UA ബിൽഡ് ചെയ്യാൻ വേണ്ടി റിയാക്ട് എന്ന് പറയുന്ന ഒരു പാക്കേജ് അത് ചുമ്മാ ഒരു ഇതേ ഉള്ളൂ, ഒരു നമുക്ക് പറയാവുന്ന ഒരു സംഭവം ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പം റിയാക്ടിനെ അവർ ലൈബ്രറി എന്നാണ് വിളിക്കുന്നത്. കാര്യം അതൊരു പാക്കേജാണ്. റിയാക്ട് പറഞ്ഞൊരു പാക്കേജാണ്. അവർ ലൈബ്രറി എന്ന് വിളിക്കുന്ന കാര്യം ഒരു സ്പെസിഫിക് കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സാധനത്തോട്ട്. ഈ ഫ്രെയിംവർക്ക് വേറെ, ഫ്രെയിംവർക്ക് കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഈ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാക്കേജുകൾ ഉണ്ടാവും. ഇപ്പം എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. അതിന്റെ പരിപാടി വെച്ചാൽ ഇപ്പം ലൈബ്രറി എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു,
അല്ലല്ല, റിയാക്ട് ലൈബ്രറിയാണ്, ഫ്രെയിംവർക്ക് അല്ല. ഞാൻ ഫ്രെയിംവർക്ക് എന്ന് ജസ്റ്റ് പറയാം, നമ്മൾ എക്സ്പ്രസ് പഠിക്കുന്ന കുറച്ച് മനസ്സിലാവും. അതായത് ഇപ്പൊ നമ്മൾ ചെയ്ത എന്താ, നമ്മളിപ്പം ലൊഡാഷ് ഇൻസ്റ്റാൾ ചെയ്തു, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതി ഉപയോഗിച്ചു ഇല്ലേ. ലൈബ്രറി എന്ന് പറയുമ്പം അങ്ങനല്ല. ലൈബ്രറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ, ഇപ്പോൾ എക്സ്പ്രസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എക്സ്പ്രസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും, അതൊരു പാക്കേജ് തന്നെ, പക്ഷെ പാക്കേജ് പ്ലസ് ലൈബ്രറി. അതായത് ലൈബ്രറി എന്ന് പറയുമ്പോൾ, സോറി എന്താ, ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അതിന്റെ കോൺഫിഗറേഷനും കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ആദ്യം ഒരു ഫ്രെയിംവർക്ക് ബിൽഡ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അതിന്റെ ഒരു കമ്പിയൊക്കെ വെച്ച് കെട്ടുമല്ലോ, അതിന് നമ്മൾ ഫ്രെയിം എന്ന് പറയാം എന്ന് പറഞ്ഞ പരിപാടി പോലെ. അതായത് ഇനിഷ്യൽ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യും, അപ്പൊ എല്ലാം സെറ്റ് ആവും. പിന്നെ അതിന്റെ പുറത്താണ് നമ്മുടെ ലോജിക് എഴുതുന്നത്. ഇതങ്ങനെല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതി ഉപയോഗിക്കാം. ഒരു ഫംഗ്ഷൻ എടുത്ത് ഇഷ്ടമുള്ള രീതി എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. മറ്റേ അങ്ങനെ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാമില്ല. അവർ പറയുന്ന അതേ സെറ്റപ്പ് ആയിരിക്കും നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിനകത്ത് അവർ സ്പേസ് തരും, ഇവിടെ നിങ്ങൾക്ക് ലോജിക് എഴുതാം, ഇവിടെ അങ്ങനെ നമ്മൾ എഴുതാം. മനസ്സിലായോ? അത് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാക്കേജാണ് ലൈബ്രറി എന്ന് പറയുന്നത്. സോറി, ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഫ്രീഡം ലൈബ്രറിയിലാണ്, പക്ഷെ ഫ്രെയിംവർക്കും അതിൻ്റെതായ ആവശ്യമുണ്ട്. മനസ്സിലായോ? ഫ്രീഡം ഇല്ലായ്മ എന്ന് പറഞ്ഞ പരിപാടി നമുക്ക് അവിടെ തോന്നില്ല. കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഫ്രെയിംവർക്ക്. കാര്യം അതിനകത്ത് ഓൾറെഡി എല്ലാം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതുപോലെ ചെയ്താൽ മതി. മറ്റാണെങ്കിൽ നമ്മുടെ ലോജിക്ക് വെച്ച് നമ്മൾ ഇനി കണ്ടുപിടിച്ച് ചെയ്യണം ഇല്ലേ. നമ്മൾ ഇനി റിയാക്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തില്ല, റിയാക്ടിന് ഒരു ഫ്രെയിംവർക്ക് ബിൽഡ് ചെയ്യും. ഇപ്പം പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും, അടുത്ത ദിവസം ഞാൻ പറയാതെ ആണല്ലോ. ഇത് മനസ്സിലായി? ഇപ്പം ട്രൈ നോക്കിയേ. മിസ്റ്റേക്ക് എന്താ പറ്റി? പനിയാണോ? നീ ആദ്യം ഓർഡർ ചെയ്യേ. എങ്ങനെയാ? NPS സ്പേസ് I സ്പേസ് അതെങ്ങനെ ടെമ്പററി ഫയൽസ് വോയിസ് വരുന്നതാണ്. വേറെ ആർക്കും വരുന്നുണ്ട്. അത് ലോക്കൽ ഡിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ വരുന്നുണ്ട്, ചുമ്മാ കയറ്റാൻ. അതിന് VS കോഡിന്റെ ടെമ്പററി ഫയൽ ആയിരിക്കും, ടെമ്പററി സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് കാണാൻ കുഴപ്പമില്ല. എന്തെങ്കിലും സാധനം എനേബിൾ ആയിരിക്കണം. നമുക്കത് ചെയ്യാൻ പറ്റും, പക്ഷെ അതെല്ലാം കോൺസ്റ്റന്റ്. അതായത് നമ്മളിപ്പം ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടോ സ്ക്രിപ്റ്റ് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട്? സ്ക്രിപ്റ്റ് ബ്ലോക്ക്ഡ് ഇന്ത്യ വഴിയില്ലോ പഠിച്ചല്ലോ. ഇന്ത്യ സ്പേസ് I സ്പേസ് പറയാം, എല്ലാവർക്കും ഉണ്ടാവും. ആണോ? അത് നിങ്ങൾ ആ പാക്കേജ് ഇൻസ്റ്റാൾ നോക്കുമ്പോൾ സ്ക്രിപ്റ്റ് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തേ. അതായത് ആര് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ആരാ? സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തായാലും ആര് ചെയ്യുന്നേ? ജിസ്റ്റ് ചെയ്യുന്നോ? ഇത് ചെയ്യുന്നോ? ആര് ചെയ്യുന്നു? ജിഷിനോ ചെയ്യുന്നോ? നിനക്ക് വന്നില്ലല്ലോ. NPM സ്പേസ് ഇൻസ്റ്റാൾ I സ്പേസ് ലൊഡാഷ്. അത് ഞാൻ പറയാം. ആര് ചെയ്യുന്നു? നീ ചെയ്യുന്നോ? ജിഷി ചെയ്യുന്നോ? ഓക്കെ, നിങ്ങൾക്ക് പെർമിഷൻ ഇടാം.
റഷ്യൻ ആക്കിയിട്ടുണ്ടേ. വരുന്നില്ലല്ലോ. എറ്റിസ്ലാണോ? നീ വേണ്ട, വേറെ ചെയ്യാം. ഓക്കെയോ, ബഷീറിന് കൊടുക്കാവേ. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യേ. ഇവിടെ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യാം, ഷെയർ സ്ക്രീൻ കൊടുക്കാം. രണ്ട് എൻ്റെ സ്ക്രീൻ കണ്ടോ, മൂന്നാമത് ഒരു ബോക്സ് വന്നോ മുകളിൽ നോക്കിയേ, എൻ്റെ സ്ക്രീൻ, അതെ ക്ലിക്ക് ചെയ്യ്. എന്നിട്ട് നടുക്കൊരു ബോക്സ് ഉണ്ടോ, അതെ ക്ലിക്ക് ചെയ്യ്. ഓക്കെ, അവിടെ ഓക്കെ. ഇനി ആ എറർ കാണിച്ചേ. ഓക്കെ, അപ്പൊ ഇത് നമ്മളൊരു പെർമിഷൻ കൊടുത്താൽ മതി, സെറ്റ് ആയിക്കോളും. അപ്പൊ പെർമിഷൻ കൊടുക്കാൻ വേണ്ടി ഗൂഗിൾ എടുക്കുക. എല്ലാവർക്കും വേണ്ടിണ്ടാവുക, നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ നേരത്തെ. പാർഷ്യല് അത് തന്നെ ചെയ്തല്ലേ, നിങ്ങൾ 3 ചെയ്തല്ലേ. ഓക്കെ, പിന്നെ ചെയ്യേണ്ട വെച്ചാൽ ആ പ്ലസ് ക്ലിക്ക് ചെയ്യും. അത് വിൻഡോസിന്റെ സെക്യൂരിറ്റി എന്താ മെഷറാണ് സംഭവം. നമ്മൾ സ്ക്രിപ്റ്റ്സ് ഒക്കെ റൺ ചെയ്യുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യും. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വെച്ചാൽ നമ്മൾ ആദ്യമേ അത് ഡിസേബിൾ ചെയ്തു. ഓക്കെ, അപ്പൊ അതിനായിട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്ക്രിപ്റ്റ് ബ്ലോക്ക്ഡ് എന്ന് സെർച്ച് ചെയ്യും. സ്ക്രിപ്റ്റ് ബ്ലോക്ക്ഡ് സ്പേസ് കിട്ടോ, സ്റ്റാക്ക് ഓഫ് അതന്നെ. എൻ്റെ അടിച്ചോ, ബ്ലോക്ക്ഡ് സ്ക്രിപ്റ്റ് എക്സിക്യൂഷൻ. താഴേക്കൊന്നേ സ്ക്രോൾ ചെയ്തേ. ഇതല്ല ബാക്കോ, ജാവാസ്ക്രിപ്റ്റ് NPM എന്നോട് സെർച്ച് ചെയ്യണേ, സ്പേസ് NPM, സ്ക്രിപ്റ്റ് ബ്ലോക്ക്ഡ് സ്പേസ് NPM, കീവേഡ്സ് കൊടുത്താൽ മതി. എൻ്റെ അടിച്ചോ, രണ്ടാമത്തെ അല്ല, രണ്ടാമത്തെ സ്റ്റാക്ക് ഓവർഫ്ലോയുടെ ലിങ്ക്. താഴേക്ക് സ്ക്രോൾ ചെയ്തേ, ഇതിലില്ല, ബാക്ക് പോയേ. അവിടെ സ്പേസ് അടിച്ചിട്ട് എന്തോ അല്ല സ്പേസ്, അത് അവർ കോഡ് ഉണ്ട്, ആ കോഡ് എടുക്കാൻ വേണ്ടിയാ. നീ അവിടെ സെറ്റ് എക്സിക്യൂഷൻ ബോൾസ് അടിക്കുക, എക്സിക്യൂഷൻ സ്പേസ് പോളിസി, POLIC. ഓക്കെ, ഇനി ഒന്നാമത് എടുത്തേ, താഴേക്കോ, ഓക്കെ, അവിടെ നിൽക്കട്ടെ. അതാണ് സെറ്റ് എക്സിക്യൂഷൻ പോളിസി റിമോട്ട് സൈൻഡ്. അത് ആ റിമോട്ട് സൈൻഡ് വരെ കോപ്പി. ഫുള്ള് വേണ്ട, ഫുള്ള് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. റിമോട്ട് സൈൻഡ് സെറ്റ് എക്സിക്യൂഷൻ പോളിസി റിമോട്ട് സൈൻഡ്, അത് മതി, കോപ്പി. എന്നിട്ട് ചാറ്റിലിട്ടേക്ക്, എല്ലാവർക്കും എടുക്കാമല്ലോ. ഫസ്റ്റ് എൻ്റെ അടിക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ട പരിപാടി വെച്ചാൽ സ്റ്റാർട്ട് ബാർ താഴത്തെ സ്റ്റാർട്ട് ബാറില്ലേ, ഇതങ്ങ് മിനിമൈസ് ചെയ്യും. ഇതിലേക്ക് കോപ്പി അല്ലോ. ഓക്കെ, ഇത് മിനിമൈസ് ചെയ്യും. ഓക്കെ, ഈ സ്റ്റാർട്ട് ബാർ സെർച്ച് ചെയ്യും, പവർഷെൽ ഓപ്പൺ ചെയ്യല്ലേ, പവർഷെൽ സെർച്ച് ചെയ്താൽ മതി. അതെ, അവിടെ കണ്ടോ രണ്ടാമത്തെ, അത് ക്ലിക്ക് ചെയ്യണ്ട, അതിന്റെ ഒരു ആരോ ഉണ്ടോ, ഒരു ആരോ ക്ലിക്ക് ചെയ്യും. വിൻഡോസ് പവർഷെൽ. ഓക്കെ, റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടോ, അതേ ക്ലിക്ക് ചെയ്യും. അങ്ങനെയാണ് റൺ ചെയ്യാൻ, റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇത് ഇവിടെ പേസ്റ്റ് ചെയ്യും, എൻ്റർ അടിക്കുക. ഓക്കെ, വൈ കൊടുക്കുക, വൈ എൻ്റർ അടിക്കുക. അത്രേ ഉള്ളൂ, ക്ലോസ് ചെയ്തേക്ക്. ഇനി ഇവിടെ വന്നിട്ട് ആ ടെർമിനൽ ഒന്ന് ആ ഇതുണ്ടല്ലോ, ആ ഡിലീറ്റ് ടൈപ്പ് ചെയ്ത് നോക്കിയേ, നോക്കിയേ. അത്രേ ഉള്ളൂ. നീ എൻ്റർ ചെയ്തോ. അപ്പം വൈ കൊടുക്കുക, എന്നിട്ട് ഒരു ചോദ്യം വരും, വൈ യെസ് കൊടുക്കുക.
ഇത്രേ ഉള്ളൂ. പനി എപ്പോഴാണ് കഴിഞ്ഞത്? 10 രൂപ രാത്രിയാണോ? രാത്രി ഇല്ലല്ലേ മൊബൈൽസ് ഉണ്ട്. ബംഗാളിൽ നീ പോകുമല്ലേ? ഒരു ദിവസം ബസ്സില് ബാക്കി കാണുന്നില്ലേ? എത്ര കണ്ടോ? 1 2 3 ഇങ്ങനെയാണോ? ശരിക്കും വേഗം പറയും. ബസ്സിൽ പോയിട്ട് ബുക്ക് ചെയ്യട്ടെ? നാളത്തെ ബുക്ക് ചെയ്യണേ. എന്തായാലും വരുമല്ലോ. ഞാനും പിന്നെ വരത്തില്ലേ? കുരുക്കാട്ടുമല്ലേ? ഹോം മേക്കേറ്റ് അറിയാം. ലൊക്കേഷൻ ഒന്ന് ഷെയർ എല്ലാവർക്കും വരാൻ പറ്റില്ലേ? അല്ല യോ എന്തായാലും എന്തായാലും 6 വരെങ്കിലും വേണം. നീ ഒന്ന് ഡിലീറ്റ് ചെയ്ത് ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്യണം.
നിങ്ങൾ വേറെ ഫംഗ്ഷൻസ് ഉപയോഗിച്ച് നോക്കിയേ ലോഡാഷില്. ലൊഡാഷിന്റെ എടുക്കാൻ വേണ്ടി ഡോക്യുമെന്റേഷൻ എടുക്കാൻ വേണ്ടി lodash.com സെർച്ച് ചെയ്യുക. ലൊഡാഷിന്റെ സൈറ്റ് ഉണ്ട്, എംബിയറിസ്റ്റിലല്ല, ലൊഡാഷിന്റെ സൈറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് തപ്പിയാൽ മതി. ഇവിടെ കയറുമ്പോൾ മുകളിൽ ഡോക്യുമെന്റേഷൻ കാണും. നോക്കാം ഏതാണ്ടോ ഡോക്യുമെന്റേഷൻ, ഇത് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ല ശങ്കർ ശങ്കർ അതായത് നമ്മൾ പേര് കൊടുക്കുമല്ലോ, അണ്ടർസ്കോർ കൊടുത്ത്, അപ്പൊ അണ്ടർസ്കോർ ഡോട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അതിന്റെ പേര്. പഠിക്കണോ എന്ത് നമുക്ക് വിളിത്തോർന്നു അതിന്റെ എന്താ ശ്രീജി തന്നെ ബാക്കി ആരും നടത്തിയാ ഓനൊക്കെ പോകേണ്ടതാണ്. കാണുമ്പോഴത്തേക്ക് മനസ്സിലായി ഇങ്ങനത്തെ സാധനം ഓഫത്തിനൊക്കെ അതിന് ഇത് ഓഫ് കൊടുക്കണ്ടല്ലോ, മറ്റേ
അത് നോക്കണ്ട, ഇത് നോക്കണ്ട. ആ ഓഫ് കൊടുക്കണ്ട, അത് ഓടി മറ്റേത് കൊടുത്തിട്ടുണ്ടാവും. ഇവരെ കുട്ടികളില്ലേ ബാഡിന്റെ റൂമിലൊന്ന് കേറാം. ഇന്നലെ വേറൊരു കുട്ടി എല്ലാം കഴിഞ്ഞോ? എന്റെ മാത്രം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. ഞാൻ അറിയാത്ത ആ ചങ്ക് സെക്യൂരിറ്റി കാണാൻ നമുക്ക് അറിയണം. എനിക്ക് ചെറിയ കാര്യം മതി. എനിക്ക് ഇതിനകത്തുനിന്ന് ഇൻഡെക്സ്
ഒരു ഫംഗ്ഷൻ അല്ലേ അതെങ്ങനെ കൊടുക്കണ്ടേ? ഇത് നീ കൺസോൾ ഇത് കൺസോൾ ചെയ്താൽ ഇങ്ങനെ രണ്ടാമത് രണ്ടാമത്തെ അല്ല ഇൻഡെക്സ് ഇങ്ങനെ പറഞ്ഞ ഫംഗ്ഷൻ അത് അതെങ്ങനെ വർക്ക് ആ നമ്പറിന്റെ ഇയറിൽ നമ്മൾ ചെയ്യാറില്ല. അതങ്ങനെ വർക്ക് ചെയ്യില്ല. ഇതിന്റെ എനിക്ക് ഈ നമ്പർ മാക്സ് index of AR comma സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ദിവസം വരുമ്പോഴത്തേക്കും ലൊഡാക്സ് മൊമെന്റ് ഒന്ന് നോക്കിട്ട് വരാം. പറയാത്തുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കിട്ട് വരാം. ഓക്കെ.